സ്നേഹമുള്ള സഹോദരങ്ങളെ, എല്ലാവർക്കും യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹ വന്ദനങ്ങൾ അറിയിക്കും. കുറേ ആഴ്ചകളുടെ ഇടവേളയ്ക്ക് ശേഷമാണ് നമ്മളിതിനെ വീണ്ടും ഒരുമിച്ച് ദൈവവചനം ധ്യാനിക്കുന്നതിനായിട്ട് ഒത്തുചേരുന്നത്. ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും പ്രസക്തമായിരിക്കുന്ന ഒരു പഠന വിഷയമാണ് ദാനിയേൽ പ്രവചനം എന്നത്. അതിനകത്തെ ഓരോ അധ്യായങ്ങൾ ധ്യാനിക്കുമ്പോൾ ഒന്നുകൂടെ പഠിച്ചതൊക്കെ ഓർക്കുമ്പോൾ കൂടുതൽ കാലിക പ്രസക്തമായ ചില വിഷയങ്ങളെ ദൈവാത്മാവ് ബോധ്യപ്പെടുത്തി, എന്നെ ബോധ്യപ്പെടുത്തി. എൻ്റെ പ്രസംഗം കുറച്ചുകൂടെ മെച്ചപ്പെടുത്തേണ്ടതിൻ്റെ ആവശ്യകത, ഭാഷ, കമ്മ്യൂണിക്കേഷൻ അത് കുറച്ചുകൂടെ വ്യക്തമാകേണ്ടതിൻ്റെ ആവശ്യകത, പിന്നെ സഹപ്രവർത്തകരോടുള്ള കൂട്ടായ്മയുടെ പ്രസക്തി, ഇതൊക്കെ എന്നെയും കൂടെ പഠിപ്പിക്കുന്നു. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ധ്യാനിച്ച് നിർത്തിയതായ ഭാഗം ഓർക്കുന്നു. ഒരു 5-6 ആഴ്ച മുൻപുള്ള കാര്യമാണ്. ഓർക്കാൻ സാധ്യത എന്ന് ഒരു കാര്യം ചെയ്തു. ഇന്നത്തേക്ക് അത് ഇട്ടു. എന്തിനാ ആരെങ്കിലുമൊക്കെ അത് കേട്ടിട്ട് ഇന്ന് ഞാൻ ചോദിക്കുമെന്നറിയാം. അതുകൊണ്ട് ഇന്ന് അത് ഇട്ടിട്ടുണ്ട്. അതൊന്ന് ഓർക്കുന്നുണ്ടോ? നെബൂഖദ്നേസറിൻ്റെ ഒരു ചോദ്യമാണ്. നെബൂഖദ്നേസർ ദാനിയേലിനോട് ചോദിച്ച ഒരു ചോദ്യമാണ്. ആ ചോദ്യം എന്താണ്? ഇന്നും വായിച്ചു. പറഞ്ഞോ. 26-ാം വാക്യമല്ലേ? നോക്കി, 26-ാം വാക്യമാണെന്ന് നോക്കി. അരിയോക്ക് അവിടെ കൊണ്ടുവന്നപ്പോൾ നെബൂഖദ്നേസർ ചോദിക്കും, രാജാവ് അതിനകത്ത് മേളത്തെ വാക്യം എന്നാ? അതാണ് ചോദ്യം. നിനക്ക് കഴിയുമോ? നിനക്ക് കഴിയുമോ? അതായിരുന്നു ചോദ്യം. അതിന് ദാനിയേലിൻ്റെ എക്സ്പ്ലനേഷൻ, ദാനിയേലിൻ്റെ പ്രതികരണം, അതിനോടുള്ള റെസ്പോൺസ്, അതായിരുന്നു നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ധ്യാനിക്കാനായിട്ട്. അതായത് ഈ ദാനിയേലിൻ്റെ ദൈവത്വവും ദാനിയേലിൻ്റെ ആളത്വവും സമന്വയിപ്പിച്ച് വെളിപ്പെട്ട ഒരു സന്ദർഭമായിരുന്നു. അല്ലെങ്കിൽ ദാനിയേലിൻ്റെ ആളത്വത്തിലൂടെ ദാനിയേലിൻ്റെ ദൈവത്വം വെളിപ്പെടുത്തിയതായിരിക്കുന്ന ഒരു സമയം. ദാനിയേൽ വെളിപ്പെടുത്തുന്ന ഒരു ദൈവം, ആ ദൈവത്തിൻ്റെ ദൈവത്വത്തിൽ റിഫ്ലക്റ്റ് ചെയ്യുന്ന ദാനിയേലിൻ്റെ ഒരു ആളത്വം. നമ്മൾ വെളിപ്പെടുത്തുന്ന ദൈവത്വവും നമ്മുടെ ആളത്വവും തമ്മിൽ ബന്ധമുണ്ടാവണം. പ്രസംഗിക്കുന്ന ഞാൻ വെളിപ്പെടുത്തുന്ന ദൈവവും ഞാൻ എന്ന പേഴ്സണും, ഞാൻ എന്ന വ്യക്തിയും അത് വളരെ അടുത്ത് ബന്ധമുള്ളതാവണം. എന്നാലേ ജീവിക്കുന്ന ചുറ്റുപാടിൽ ഞാൻ വെളിപ്പെടുത്തുന്ന ദൈവത്തിന് സ്വീകാര്യത ലഭിക്കൂ, അംഗീകാരം ലഭിക്കൂ. അല്ലെങ്കിൽ ഇത് കേവലം ഒരു ജൽപ്പനമായിട്ടോ അധരവ്യായാമമായിട്ടോ നിർവചനങ്ങളായിട്ടോ ഒക്കെ അവസാനിക്കും. എൻ്റെ ദൈവത്വം എന്ന് പറയുന്നത് ഞാൻ പറയുന്ന ദൈവവുമായി ബന്ധപ്പെട്ട എൻ്റെ ആളത്വം. അപ്പോൾ എൻ്റെ ആളത്വവും ദൈവത്വവും അത് സമന്വയിപ്പിച്ച് പ്രസക്തമാകേണ്ട ഒരു കാലം നാം ഇന്ന് ജീവിക്കും. അത് ആ കാലഘട്ടത്തിൽ ദാനിയേലിന് സാധിച്ചു. നമുക്ക് അത് കഴിയുമോ എന്ന വിധത്തിൽ നമ്മുടെ ചിന്തയെ നയിക്കത്തക്ക തരത്തിലുള്ള ചിന്തകളായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറയാൻ ശ്രമിച്ചത്. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് എന്നെ കറക്റ്റ് ചെയ്യാം. ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പുതിയ ആശയങ്ങളൊക്കെ കിട്ടിയാൽ അത് കുറിച്ച് വെച്ചിട്ട് പിന്നീട് പറയാമെങ്കിൽ നമുക്കതൊക്കെ ആഡ് ചെയ്യാം. ഞാനൊരു എൻസൈക്ലോപീഡിയ അല്ല. ഞാനിതിനെക്കുറിച്ച് ഒത്തിരി പഠിച്ചിട്ടുള്ള ആളെ, പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. ഒത്തിരി പേരുടെ പഠനമൊക്കെ റിവ്യൂ ചെയ്തിട്ട് ഒത്തിരി വർക്ക് ചെയ്തിട്ടാണ് അതിൽ നിന്ന് ഉരുത്തിരിയുന്നതാണ് ഞാൻ നിങ്ങളോട് പറയാനായിട്ട് ശ്രമിക്കുന്നത്. ഏതായാലും നിങ്ങൾ താല്പര്യത്തോടെ കുറച്ച് പേര് വന്നു. പഠിക്കാൻ താല്പര്യമുള്ള ഇത്രയും പേര് നമ്മുടെ
ഇടവകയിൽ ഉണ്ടെന്നറിയുന്നത് വളരെ സന്തോഷം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കഴിഞ്ഞ പ്രാവശ്യം ഒരു പാട്ടിൻ്റെ 3-4 വരികൾ പാടാനായിട്ട് ഞാൻ ശ്രമിച്ചായിരുന്നു. അതായത് ദാനിയേലിൻ്റെ വിശ്വാസ പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട ഒരു പാട്ട് എമ്മിച്ചനേറ്റ് സാർ പാടിയായിരുന്നു. ഓർക്കുന്നുണ്ടോ? ഓർമ്മയുണ്ടോ? കഴിഞ്ഞ പ്രാവശ്യം വന്ന പലരും ഇല്ല. ഭക്തരിൻ വിശ്വാസ ജീവിതം പോൽ ഇത്ര ഭദ്രമാം ജീവിതം വേറെയുണ്ടോ? ഭക്തരിൻ വിശ്വാസ ജീവിതം പോൽ ഇത്ര ഭദ്രമാം ജീവിതം വേറെയുണ്ടോ? സ്വർഗപിതാവിൻ്റെ ദിവ്യ ഭണ്ഡാരത്തെ സ്വന്തമായി കണ്ടു താൻ യാത്ര ചെയ്തിടുന്ന, സ്വർഗപിതാവിൻ്റെ ദിവ്യ ഭണ്ഡാരത്തെ സ്വന്തമായി കണ്ടു താൻ യാത്ര ചെയ്തിടുന്ന ഭക്തരിൻ വിശ്വാസ ജീവിതം പോലിത്ര ഭദ്രമാം ജീവിതം വേറെയുണ്ടോ? ഇങ്ങനെ ഞാൻ കർവാസ് തന്നായിരുന്നു. അതിലില്ലല്ലേ? ഞാൻ പ്രിൻ്റ് ചെയ്ത് പിന്നെ വന്നവരെ കാണും. 2 ചരണമേ പാടിയുള്ളൂ. കഷ്ടതയാകും കാടും തടവിൽ ദുഷ്ടലോകം ബന്ധനം ചെയ്യുകിൽ, കഷ്ടതയാകും കാടും തടവിൽ ദുഷ്ടലോകം ബന്ധനം ചെയ്യുകിൽ, ഒട്ടും ഭയമെന്നെ അർദ്ധരാത്രിയിൽ സന്തുഷ്ടരായി ദൈവത്തെ പാടി സ്തുതിക്കുന്ന ഭക്തരിൻ വിശ്വാസ ജീവിതം പോലിത്ര ഭദ്രമാം ജീവിതം. ഭക്തരിൻ വിശ്വാസ ജീവിതം പോൽ ഇത്ര ഭദ്രമാം ജീവിതം. അത് ഈ പ്രാവശ്യം സാർ അയച്ചെന്ന ആ മെസ്സേജ് കേൾക്കുമ്പോൾ അതിനകത്ത് നമുക്ക് കാണാനായിട്ട് സാധ്യമായി. നമ്മളൊന്ന് റീകളക്ട് ചെയ്യാം. എന്തൊക്കെയായിരുന്നു ഇതുവരെ ധ്യാനിച്ച് വേണ്ട, കഴിഞ്ഞ ഒരു ആഴ്ചത്തെ ചിന്തയെ നമുക്ക് ഒരുമിച്ച് വന്ന് ചിന്തിച്ച് നോക്കാം. നിനക്ക് കഴിയുമോ എന്ന് 2-ാം അധ്യായത്തിൽ നെബൂഖദ്നേസർ രാജാവ് ചോദിച്ചപ്പോൾ രാജാവ് ഒരു കാര്യം സമ്മതിക്കുന്നുണ്ട്. നിനക്ക് കഴിയുമോ എന്ന് നെബൂഖദ്നേസർ രാജാവ് ദാനിയേലിനോട് ചോദിക്കുമ്പോൾ ഒരു കാര്യം സമ്മതിച്ചുകൊണ്ടാണ് ചോദിക്കുന്നത്. അതെന്തായിരിക്കണം? കറക്റ്റ്, അതാണ് കാര്യം, അതാണ് അർത്ഥത്തെ. എനിക്കോ എൻ്റെ ദൈവസങ്കല്പത്തിൻ്റെ സാക്ഷാത്കാരമെന്ന് ഞാൻ ചിന്തിക്കുന്ന ശകുനവാദികളും മന്ത്രവാദികളും കുറേ ആളുകൾ ഇവിടെ ഉണ്ട്. ഈ ദൈവങ്ങളുടെ സങ്കല്പമായി ഞാൻ പൂജിച്ചു പോരുന്ന, ഞാൻ അവരെ സപ്പോർട്ട് ചെയ്ത് താമസിപ്പിച്ച് വളർത്തിക്കൊണ്ടുവരുന്ന ഒരു കൂട്ടം ഇവിടെയുണ്ട്. നമ്മൾ ഈ നെബൂഖദ്നേസർ എന്നൊക്കെ പറയുമ്പോൾ വളരെ നിസ്സാരമായിട്ട് നമുക്ക് തോന്നത്തുള്ളൂ. ഇന്ന് അദ്ദേഹം ഒരു വലിയ ആളത്വമാണ് ആ കാലഘട്ടത്തിൽ. ഹീസ് ദ ഹാമർ ഓഫ് ദ ഹോൾ വേൾഡ് എന്നറിയപ്പെടുന്നത്. ഈ 5-ാം അധ്യായത്തിൽ വായിക്കുന്നത് സകല ഭൂമിയും അവൻ്റെ മുമ്പിൽ വിറയ്ക്കുമെന്നാണ് പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. ഭൂമിയെ വിറപ്പിക്കുന്ന, ലോകത്തെ വിറപ്പിക്കാൻ കഴിയുന്ന ഒരു മനുഷ്യനാണ് ഇദ്ദേഹം. 120 സംസ്ഥാനങ്ങളുടെ അധികാരിയാണ്. അത്ര കരുത്തനും ശക്തനും ബലവാനുമായ മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ മുൻപിലാണ് 19-20 വയസ്സുള്ള ഒരു കൊച്ചൻ നിൽക്കുന്നേ. നിങ്ങൾ ഓർക്കണം, അത് നമ്മളിത് പറയുന്നത് നമുക്കത് മനസ്സിലാവത്തില്ല. ഈ കോണ്ടെക്സ്റ്റിൻ്റെ പശ്ചാത്തലത്തിൽ പറഞ്ഞെങ്കിലേ പറ്റത്തുള്ളൂ. ആ പാലസ്, നിങ്ങൾ ആ പാലസിനെ, ഞാൻ നേരത്തെ ആ പാലസിനെ കുറിച്ച് ഒരു വിശദീകരണം നൽകി. ആ മതിലിനെ കുറിച്ചും ഇഷ്ടാർ ഗേറ്റ് ഇപ്പോഴും ഉണ്ട്. ഇഷ്ടാർ ഗേറ്റിൻ്റെ അവശിഷ്ടങ്ങൾ ഇപ്പോഴും ഉണ്ട് ബാബിലോണിൽ. ഇറാഖിൽ ഏതാണ്ട് 150 കിലോമീറ്റർ തെക്ക് മാറിയുള്ള ആ പുരാതന ബാബിലോണിൻ്റെ അവശിഷ്ടങ്ങൾ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ അവിടെ ചെന്നാൽ ഇഷ്ടാർ ഗേറ്റിൻ്റെ ഭാഗം അവിടെ നിൽപ്പുണ്ട്. ഈ അദ്ദേഹം പണിത ഈ വലിയ വോളിൻ്റെ ഒക്കെ ഭാഗത്ത് അവശിഷ്ടങ്ങൾ അവിടെയുണ്ട്. ആ കല്ലുകളൊക്കെ ഇപ്പോഴും അവിടെയുണ്ട്. അപ്പോൾ അത്ര ഭയങ്കരമായ ശക്തനായിരിക്കുന്ന ഒരു ഭരണാധികാരിയാണ് അദ്ദേഹത്തിൻ്റെ അരമന നിൽക്കുന്ന 24 സ്ക്വയർ കിലോമീറ്ററാണ്.
അതിൻ്റെ നടുക്കൂടെ യൂഫട്രീസ് നദി ഒഴുകുന്നുണ്ട്. ആ നദിക്ക് കുറുകെ ഏകദേശം 100 ഗേറ്റ് ഉണ്ട്, താമ്ര ഗേറ്റുകൾ. ചുറ്റും 100 താമ്ര ഗേറ്റുകൾ വേറെയുണ്ട്, ഇഷ്ടാർ ഗേറ്റ് കൂടാതെ. ഇങ്ങനെയുള്ള ഭയങ്കര സംവിധാനങ്ങളാണ്. ആ സംവിധാനങ്ങളുള്ള ഒരു പാലസിലാണ് പേരുമില്ല, വീടുമില്ല, നാടുമില്ല, ഒന്നുമില്ല. ഐഡൻറ്റിറ്റിയെ നഷ്ടപ്പെട്ടു. 4 പേരെ കൊണ്ടുവന്നിരിക്കുകയാണ്. അവരിലൊരുത്തനോട് ചോദിക്കുകയാണ്, എനിക്ക് ദാനിയേലിൻ്റെ കാര്യം, ഞാനിങ്ങനെ വിറച്ചോണ്ട് ചിലപ്പോൾ അതൊക്കെ ദാനിയേലിൻ്റെ കാര്യം ദാനിയേൽ പറയുന്നത് തന്നെ. ഇത്രയും കരുത്തനായ ഒരു രാജാവിൻ്റെ മുൻപിൽ ഒരു വലിയ പ്രതിസന്ധി നിലനിൽക്കുകയാണ്. രാജാവ് കൊലവിളി നടത്തിയേക്കാം, നിന്നെയെല്ലാം ഞാൻ തട്ടിക്കളയും. രാജാവ് ക്രുദ്ധിച്ചു എന്നായിരുന്നിരിക്കുന്നത്. രാജാവ് ക്രുദ്ധിച്ചു, കോപിച്ചു. രാജാവ് അസ്വസ്ഥനാണ്, ഡിസ്റ്റർബ്ഡാണ്. അങ്ങനൊരു ശക്തനായ മനുഷ്യൻ്റെ അടുക്കൽ എങ്ങനെ ഈ ദാനിയേലിനെ ചെല്ലാൻ പറ്റും? ഒരുമാതിരിപ്പെട്ടൊരു ചെല്ലത്തില്ല, അങ്ങോട്ട് അടുക്കാൻ പറ്റത്തില്ല. ഇതാണ് ഒരു ഭക്തന് വേണ്ടിയുള്ള ദൈവത്തിൻ്റെ ഇടപെടൽ. ഞാനൊരു വാക്യം ഒന്ന് പറഞ്ഞാൽ, സദൃശവാക്യങ്ങളിൽ നിന്നൊരു വാക്യം പറഞ്ഞു, ആരെങ്കിലും ഓർക്കുന്നു? ഒരു മനുഷ്യൻ്റെ വഴിയിൽ ദൈവത്തിന് പ്രസാദം തോന്നിയാൽ അവൻ്റെ ശത്രുവിനെ പോലും ദൈവം അവനെ അനുകൂലമാക്കും. അങ്ങനൊരു വാക്യമുണ്ട് വേദപുസ്തകത്തിൽ. ഉണ്ടോ? ഞാൻ പറഞ്ഞിട്ടോ, 1-2 പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്. എന്തിനാ ഇതൊക്കെ പറയുന്നത്? ഈ ദാനിയേൽ പ്രവചനം എന്ന് പറഞ്ഞൊരു ക്ലാസിക്കൽ പഠിത്തമൊന്നുമല്ല ഇത്. ഇത് നമ്മൾ സാധാരണക്കാരുടെ, നമ്മുടെ എന്നെ കൂടെ ചേർത്ത നമ്മുടെ ഒരു സാധാരണക്കാരുടെ ലാംഗ്വേജിൽ സാധാരണക്കാരുടെ സംഭവമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ വ്യാഖ്യാനിക്കുന്നത്. എന്നാലേ ഈ ദൈവവചനത്തിൽ പ്രസക്തിയുള്ളൂ. അല്ലെങ്കിൽ എന്നാ ഒരു കഥ പഠിക്കുന്ന പോലെ പഠിച്ചെങ്കോ ഇനി അങ്ങനെ പഠിപ്പിക്കാം. ഒരു ചാപ്റ്റർ ഒരു ദിവസം കൊണ്ട് തീർക്കാം, അതിന് വ്യത്യാസമൊന്നുമില്ല. അതുകൊണ്ട് വലിയ കാര്യമില്ല. ചില ഈവൻസ് അങ്ങോട്ട് എത്ര മുതൽ എത്ര വരെ ഇന്ന വാക്യം, ഇന്ന സംഭവം, ഇത് പറഞ്ഞെങ്കിൽ വിട്ടാൽ മതി. അങ്ങനെ ഞങ്ങൾ പഠിക്കുന്നത്. ഇതങ്ങനെയല്ല. ഇങ്ങനെ നമ്മുടെ ജീവിതവുമായി, സാധാരണക്കാരുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തി, നമ്മുടെ കോണ്ടെക്സ്റ്റുമായിട്ട് ബന്ധപ്പെടുത്തി, അങ്ങനെയാണ് ദൈവജനത്തിൻ്റെ ഒരു പഠനം നമുക്ക് പോകേണ്ടതാണ്. അപ്പോൾ ആ ചെറുപ്പക്കാരനായ മനുഷ്യൻ്റെ ദൈവത്തിലുള്ള ആശ്രയവും അദ്ദേഹത്തിൻ്റെ ധൈര്യവും എല്ലാം കൂടെ അകത്ത് നിന്ന് അദ്ദേഹം നേരിട്ട് അകത്ത് ചെന്നു. അരിയോക്കിനെ കൊണ്ടുപോയില്ല, നേരെ അകത്ത് ചെന്ന് രാജാവിനെ അഭിമുഖീകരിക്കാൻ പോവുക. ക്രുദ്ധനായിരിക്കുന്ന രാജാവിനെ അഭിമുഖീകരിക്കാൻ പോവുക. തനിക്ക് തൻ്റെ ഉറപ്പെന്നറിയാമോ? ഇവനെക്കാട്ടി വലിയൊരുത്തൻ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ നിശ്ചയമായിട്ടും ഞാൻ പോകും. രാജാവിൻ്റെ മുഖം എനിക്ക് അനുകൂലമായിരിക്കും. പണ്ട് എസ്തർ രാജ്ഞി പറഞ്ഞത് തന്നെയായിരുന്നു. എൻ്റെ ദൈവം എനിക്ക് അനുകൂലമാകും, ഞാൻ പോവും. കൊഞ്ചങ്കോ നീട്ടിയില്ല, നീട്ടണ്ട. പക്ഷെ നീട്ടിക്കൊടുത്തോ? ദൈവം നീട്ടിക്കൊടുത്തു. അതേ ദൈവം തന്നെയാണ് ദാനിയേൽ വ്യാപരിക്കുന്നത്. അവിടെ ചെന്ന് നിന്നുകൊണ്ട് പറയാം, രാജാവേ, അങ്ങ് കലക്കവും ബഹളവും ഒക്കെ ആയിട്ടിരിക്കുക, മോഹമൊക്കെ വാടിയിരിക്കുക. പക്ഷേ എനിക്ക് സമയം തരണം. മറ്റന്മാരെ ഓടിച്ചതാണ്, അവർ സമയം ചോദിച്ചതാണ്. സമയം ചോദിച്ചാൽ പറഞ്ഞു, നിങ്ങൾ എൻ്റെ മുമ്പിൽ കളി പറയാൻ പോവുക, നിങ്ങൾക്ക് സമയം കിട്ടാൻ വേണ്ടി. നിങ്ങൾക്ക് ഉത്തരം മുട്ടിയതുകൊണ്ട് നിങ്ങൾ എൻ്റെ മുമ്പിൽ കളി പറയുക, പൊക്കോളം പറഞ്ഞു. അങ്ങനെയുള്ള രാജാവാണ് അദ്ദേഹത്തിന് സമയം അനുവദിച്ചു കൊടുത്തത്. ഇനി മറ്റൊരു കാര്യം, ഈ സ്വപ്നവ്യാഖ്യാനം നടത്താൻ വേണ്ടി ക്ഷണിച്ചവരുടെ കൂട്ടത്തിൽ ഇവരുണ്ടോ? ഇല്ല. ഇവരുണ്ടോ? ഇല്ല. ഉണ്ടോ സാറേ? ഇല്ല. അവിടെ നമുക്കൊരു പാഠങ്ങൾ ഒത്തിരി പഠിക്കാനുണ്ട്. അതൊക്കെ പറഞ്ഞ് ഞാൻ വിഷയത്തിലേക്ക് വരും. ഈ ചിലയിടത്തൊക്കെ നമ്മളെ ക്ഷണിക്കാതിരിക്കുന്നതും നമ്മളെ അവോയ്ഡ് ചെയ്യുന്നതും പറ നമുക്കത് മുറുമുറുപ്പാ. ആനീച്ചെറുകാനെ വിളിച്ചു, എന്നെ വിളിച്ചില്ല, എന്താ? അല്ലെങ്കിൽ അച്ഛനെ വിളിച്ചു, എന്നെ വിളിച്ചില്ല, ഇല്ലയോ? അങ്ങനല്ലേ? പക്ഷേ ദൈവജനം പഠിപ്പിക്കണം, സ്തോത്രം പറഞ്ഞുകൊണ്ട് പഠിക്കണം. പഠിക്കുമ്പോഴേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ. ചിലയിടത്ത് നിന്ന് നമ്മളെ ഒഴിവാക്കുന്നത് നമുക്കും ദൈവത്തിൻ്റെ നാമത്തിനും ദൈവത്തിൻ്റെ ജനത്തിനും നല്ലതാണ്. ഇല്ലസ്ട്രേറ്റ് ചെയ്തേ വേദപുസ്തകത്തിന് പറഞ്ഞാൽ മതി. ഇനിപടി പഴയ നിയമത്തിൽ നിന്ന് എത്ര കാര്യങ്ങളുണ്ട്? ഒരെണ്ണം പറയാം.
വീട്ടിൽ ഭയങ്കര വിരുന്ന് നടക്കുക. മക്കളെല്ലാം മൊടിയംപുത്രനൊന്നുമല്ല. ഞാൻ പഴയ നിയമത്തെ കാര്യം പറഞ്ഞ മൊടിയംപുത്രൻ എടുക്കുക. പഴയ നിയമത്തിനാ വീട്ടിൽ ഭയങ്കര ഫീസ്റ്റ് നടക്കുക. വലിയ പ്രവാചകൻ ഡയലക്കോം കൊണ്ട് വന്നിട്ടുണ്ട്. ശമുവേലാന്നോ? ശമുവേലിൻ്റെ പുസ്തകം സ്റ്റാർട്ടിങ് ട്രബിളാ. അതെ, സ്റ്റാർട്ടിങ് ട്രബിളാ. കൊള്ളാവുന്ന പിള്ളേരെ എല്ലാം അപ്പം വീട്ടിൽ വരുത്തിയിട്ടുണ്ട്. രാജസ്ഥാനത്തിന് കൊള്ളാവുന്ന കോശക്കുഞ്ഞ് സാറിന് അത് കൊള്ളാം. സാറിനെയുണ്ട്, കൊച്ചുമോനുണ്ട്, ഞങ്ങളുടെ കൊച്ചുമോനുണ്ട്, പ്രസാദ് സാറുണ്ട്, പിന്നെ ജോർജി ഉണ്ട്. ഞാൻ മാത്രം ഇല്ല. ഉദാഹരണം പറയാം, ഞാൻ മാത്രം ഇല്ല. അപ്പോൾ എന്താ ചിന്ത എന്താണെന്നറിയാം? പിന്നെ ഇത്രയും പേരെ വിളിച്ചിട്ട് എന്നെ അച്ഛൻ ഒഴിവാക്കി. അച്ഛനോട് ഗഡ്ജ് തോന്നാൻ എനിക്ക് അല്ലേ? തോന്നേണ്ട കാര്യമില്ല. എല്ലാവരും ഭയങ്കര ഉത്സവം നടക്കാം. അപ്പോൾ ഇശായി ഇങ്ങോട്ട് വന്നിട്ട് ഒന്നാമത്തെ മോനെക്കുറിച്ച് ക്വാളിറ്റി അങ്ങനെ അടിച്ചു വിട്ടു. അവനെ ഞാൻ അഭ്യാസം പഠിപ്പിച്ചിട്ടുണ്ട്, അവൻ കരാട്ടെ ഉണ്ട്, കുങ്ഫു പഠിച്ചതാണ്. ഇതൊക്കെ ഞങ്ങളുടെ എക്സ്പ്ലനേഷൻ കൊടുത്തത് ശമുവേലിനോട്. ശമുവേൽ പറഞ്ഞു ഇവനല്ല, വാ നിനക്ക് വാ. രണ്ടാമത്തേനും വരുത്തി, എല്ലാത്തിനും വരുത്തി. ഒത്തിരി ക്വാളിഫിക്കേഷനുണ്ട് ഇവർക്കെല്ലാം. ഇവരെല്ലാം ഇവിടെ ഭയങ്കര സത്യവട്ടം നടക്കുക. അപ്പം ഈ ദൈവത്തിൻ്റെ അഭിഷക്തന്മാർക്ക് ലഭിക്കുന്ന ഒരു ഗൈഡൻസ് ഉണ്ട്. അത് ഈ മാനുഷികമല്ല, മാനുഷിക വേഷത്തിലും രൂപത്തിലൊന്നും അല്ല. ഇറ്റ് ഈസ് ഡയറക്റ്റ് ഫ്രം ഗോഡ്. ഗൈഡൻസ് ഉണ്ട്. എനിക്കങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഗൈഡൻസ് ഉണ്ട്. ചിലയിടത്തേക്ക് പോകാൻ പറയും, അത് ഡയറക്ഷൻ കാണിക്കും. അത് ചെന്ന് കഴിഞ്ഞാൽ അത് അനുഗ്രഹമാണ്. കരഞ്ഞ് വാവിട്ട് നിലവിളിച്ചുകൊണ്ട് പറയും, അച്ഛനെ എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്ന ഇപ്പോഴ്? ദേ ആർ ബാഡ്ലി ഇൻ നീഡ് ഓഫ് പ്രയർ. ഭയങ്കരമായി തകർച്ചയിലിരിക്കുന്ന സന്ദർഭത്തിലായിരിക്കും. ഇപ്പോഴിങ്ങോട്ട് കൊണ്ടുവന്ന് എൻ്റെ ദൈവം നെഞ്ചത്തടിച്ച് ഭാര്യയും ഭർത്താവും കൂടെ കരഞ്ഞതായ സന്ദർഭങ്ങൾ എനിക്കറിയാം. രണ്ട് വിഷയത്തിൻ്റെ പിന്നെ ഉദ്ദേശിയുടെ മേൽ ദൈവാത്മാവ് വന്നു. ഒരു ചോദ്യം അപ്പനോട് പ്രതീക്ഷിച്ചില്ല. അപ്പം പ്രതീക്ഷിച്ചില്ല. ഒരു ചോദ്യം, ഇത്രേ ഉള്ളോ പിള്ളേരെ? ഇനിയൊരുത്തനുണ്ട്, അവന് ഏതിന് പറ്റത്തില്ല. അവനെ ഇതിന് പറ്റത്തില്ല, പിന്നെ ഏതിന് പറ്റും? അങ്ങനെ ചിലരുടെ ചിന്ത. ചിലരെ ഇതിനെ കൊള്ളൂ, ചിലരെ ഇതിനെ. അങ്ങനെയുള്ളവരെയാണ് ദൈവം തമ്പുരാൻ തരുന്നത്. അവന് ആടിനെ തീറ്റാൻ വിട്ടതാ. ആടിനെ തീറ്റാൻ വിട്ടത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ദോഷത്തിനായിരുന്നെന്ന്? ആർക്ക് പറയാൻ? ഞാൻ പണ്ട് പറഞ്ഞിട്ടുള്ളതാണ്, ആടിനെ തീറ്റാൻ വിട്ടത് ട്രെയിനിങ് ആയിരുന്നു എന്ന്. പണ്ട് ഞാൻ പറഞ്ഞതാണ്. എനിപടി അല്ല, ഈ ദാവീദിനെ ആടിനെ തീറ്റാൻ വിട്ടത് ഒരു സ്പെഷ്യൽ ട്രെയിനിങ് കൊടുക്കാനായിരുന്നു ദൈവത്തിന്. പറ. അന്ന് പറഞ്ഞത് ഓർത്ത് പറ. പറഞ്ഞു. അങ്ങനെ മനസ്സിൽ ഏതാണ്ട് ഓർമ്മ കിടപ്പുണ്ട്. ഹാഫ് ട്രൂത്ത് പറഞ്ഞു. ശരി. അതായത് ഈ ഇടയ ശുശ്രൂഷ എന്ന് പറയുന്നത് ദാവീദിനെ സംബന്ധിച്ച് ഫ്യൂച്ചർ മിനിസ്ട്രിക്കുള്ള ഒരു ഒരുക്കമായിരുന്നു. ഈ ഒരുക്കം ഭവിക്കണമെങ്കിൽ റിജക്ഷൻ ഉണ്ടാകണം. എവിടെ നിന്ന് റിജക്ഷൻ ഉണ്ടാകണം? ഫാമിലിയിൽ നിന്ന് റിജക്ഷൻ ഉണ്ടാകണം. So every rejection from the society you belongs to, it's an opportunity for a God's people, God's servant. അദ്ദേഹത്തെ വിട്ടു എന്തിനാണെന്നറിയാമോ? ഫ്യൂച്ചറിൽ ദൈവത്തിനൊരു വലിയ കാര്യം ചെയ്യെടുക്കാനുണ്ട്. അതിനുള്ള ട്രെയിനിങ് ആയിരുന്നു. അതാണ് ഞാൻ പറഞ്ഞത് മുഴുവൻ ഓർക്കുന്നില്ല. ഇപ്പം ഞാൻ പറയാം. ഈ ആടിനെ തീറ്റുന്ന പലസ്തീൻ നാട്ടിലെ ഇടയന്മാർക്ക് മറ്റിടയന്മാർക്കില്ലാത്ത തരത്തിലുള്ള ചില പ്രത്യേകതകൾ. മറ്റിടയന്മാർക്ക് അവർക്ക് ഈ ഷെപ്പേർഡ് ഡോഗ്സ്, എന്നാൽ ഇവർക്ക് ഈ ഷെപ്പേർഡ് ഡോഗ്സിൻ്റെ അകമ്പടി അല്ലാതെ മറ്റൊരു ട്രെയിനിങ് ഉണ്ട്. ആർക്കാ? ഇസ്രായേലിലെ പലസ്തീനിലെ ആട്ടിടയന്മാർ. കൂട്ടം തെറ്റിപ്പോകുന്ന ആടുകളുണ്ട്. അപ്പോൾ ഈ ആടുകളെ കൂട്ടത്തിൽ ചേർക്കാൻ വേണ്ടിയുള്ളതാണ് ഈ ഷെപ്പേർഡ് ഡോഗ്സ് എന്നിട്ട് അവരെ
ഒരുമിച്ച് ചേർക്കും. ഞാൻ നോർത്ത് ഇന്ത്യയിലൊക്കെ പോയപ്പോൾ ഇങ്ങനെ കണ്ടിട്ടുള്ളതേ ഉള്ളൂ ഈ ആട്ടിൻകൂട്ടത്തെ. അതിൻ്റെ മറ്റു കാര്യങ്ങളൊന്നും എനിക്കറിയാം. ആട്ടിൻകൂട്ടം കണ്ടിട്ടുണ്ട്. എന്നാൽ ഇവർക്കുള്ളത് എങ്ങനെയാണെന്നറിയാം, ഈ കടിച്ച് ഇങ്ങനെ പോവുക അങ്ങോട്ട്. അപ്പോൾ ഈ ഇടയൻ എന്നെ ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു കവണയുണ്ട്, കല്ലുണ്ട്. അപ്പം ഈ കവണ അങ്ങോട്ട് വെച്ചിട്ട് കല്ലിങ്ങനെ അങ്ങോട്ട് വെച്ചിട്ട്, അപ്പോൾ ഈ ആട് കടിച്ച് നടന്നു പോകുന്ന സ്പീഡ് അറിയണം ഈ ഇടയന്, പിന്നെ ഡിസ്റ്റൻസ് അറിയണം. ഇതെല്ലാം വെച്ച് കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് ഈ കല്ല് അങ്ങോട്ട് കൊടുത്തു വിടുന്നത്. അത് എവിടെ ചെന്ന് കൊള്ളുമെന്നറിയാമോ? ഈ ആടിൻ്റെ മൂക്കിൻ്റെ തുമ്പത്തിരുന്നു. മൂക്ക കൊള്ളത്തില്ല, മൂക്കിൻ്റെ അപ്പോഴും ഇത് ആണെന്ന് ഉടനെ ഇടയൻ. അപ്പോൾ ഒരു ശബ്ദം പുറപ്പെടുവിക്കും, ഇടയൻ. അന്നേരം ഇത് വീണ്ടും കൂട്ടത്തിലേക്ക് വന്നു ചെയ്തു. ഇതൊരു ട്രെയിനിങ് ആയിരുന്നു. എന്തിനുള്ള ട്രെയിനിങ് ആണ്? ഫ്യൂച്ചറിൽ എന്തോ സംഭവിക്കാൻ പോകുന്ന ദാവീദിന് അറിയത്തില്ല. സാറിന് വല്ലതും മനസ്സിലായി? എന്തോ മനസ്സിലായി? സാർ പകുതി ഉറങ്ങാൻ പോവാ, പറഞ്ഞു. എന്താണ് മനസ്സിലായത്? ഫ്യൂച്ചറിൽ എന്തോ സംഭവിക്കാൻ പോകുന്നു. അത് ദാവീദിന് അറിയാമോ? ദൈവമക്കളൊരു കാര്യം അറിയണം, നിന്നെക്കൊണ്ട് ചില കാര്യം ദൈവത്തിന് ഭാവിയിൽ ചെയ്തെടുക്കാനുണ്ടെങ്കിൽ വർത്തമാനകാലത്ത് ദൈവം അനുഭവിക്കുന്ന സ്വീകാര്യമല്ലാത്ത ചില ട്രെയിനിങ് പീരീഡാണെന്ന് സ്വീകരിക്കാൻ നമുക്ക് സാധിച്ചാൽ അത് നമ്മുടെ ജീവിതത്തിൻ്റെ ധന്യതയാണ്, നമ്മുടെ ജീവിതത്തിൻ്റെ അനുഗ്രഹമാണ്. അതങ്ങനെ സ്വീകരിക്കാൻ, ഏറ്റെടുക്കാൻ ഒരു വില്ലിങ്നെസ് നമുക്ക് ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ അതാണ്. പിന്നെ വേറെ എന്തെങ്കിലും ഓർമ്മയുണ്ടോ? കഴിഞ്ഞ ദിവസം ധ്യാനിച്ചപ്പോൾ എന്നെ ചിലതൊക്കെ പഠിപ്പിച്ചതാണ് ഞാൻ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. വേറെ ആരെങ്കിലും ഓർമ്മ? പഴയ നിയമത്തിൽ പറഞ്ഞാൽ മതി. വേറെ ആരെങ്കിലും ഓർമ്മയുണ്ടോ? ചേട്ടന്മാരുടെ സുഖാന്വേഷണത്തിന് വേണ്ടി അന്വേഷിച്ച് പോയതാണ്, അപ്പം പറഞ്ഞു വിട്ടതാണ്. അവരെന്തോ ചെയ്തു? അപ്പം റിജക്ഷനാണോ? ആണോ? റിജക്ഷൻ മാത്രമല്ല, കൊല്ലാൻ വരെ അവർ പ്ലാൻ ചെയ്തു. അപ്പോൾ ആ ചേട്ടൻ വന്നേച്ച് പറഞ്ഞാൽ അങ്ങനെ വേണ്ട, നമുക്ക് കൊടുക്കാമെന്ന്. ആ റിജക്ഷനാണ് ജോസഫിനെ എവിടെ എത്തിച്ചത്. ജോസഫിനെ അവിടെ എത്തിച്ചതിൻ്റെ പിൻപിൽ ഫ്യൂച്ചർ ദൈവത്തിന് പ്ലാൻ ഉണ്ടായിരുന്നു. അതെന്തായിരുന്നു? ഈ സഹോദരന്മാരുടെ സംരക്ഷണത്തിനായിട്ട്, ഒരു രാജ്യത്തിന് നന്മയ്ക്ക് വേണ്ടി ഒരു വ്യക്തിയെ പ്രിപ്പയർ ചെയ്യാനുള്ള അവസരമായിരുന്നു. അത് ഒരു റിജക്ഷനാണല്ലേ. അടുത്തത് വേറെ എന്തെങ്കിലും ഓർത്തു പോയി. ഞാൻ എന്തായി നിങ്ങളെ കൊണ്ട് ഓർപ്പിക്കുന്നത് ഇതുമായിട്ട് റിലേറ്റ് ചെയ്യാനായിട്ടാണ്. അപ്പം ഇതെല്ലാം ബന്ധപ്പെട്ടതാണ്. ഈ റിജക്ഷനിലൂടെ അത് വരുന്നത്. ആ റിജക്ഷനാ തുടക്കം. അത് പ്രോഗ്രസീവായിട്ട് ഇങ്ങനെ കൊണ്ടുവന്ന് എവിടെ കൊണ്ടെത്തിച്ചു? പ്രധാനമന്ത്രിയാക്കി. ഒരു രാജ്യത്തിൻ്റെ ഈ പൊട്ടക്കണത്തിൽ കിടന്നപ്പം ജോസഫ് എപ്പോഴേലും വിചാരിച്ചു ഞാൻ പ്രധാനമന്ത്രിയാകും. He has his own way. God has his own way to do certain things in our life. നമ്മുടെ ജീവിതത്തിൽ ചിലത് ചെയ്യാൻ വേണ്ടി he has his own way and he has his own time. തനിക്ക് തൻ്റേതായിരിക്കുന്ന സമയമുണ്ട്, തനിക്ക് തൻ്റേതായിരിക്കുന്ന വിധമുണ്ട്. He will do it. He does it. ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. യെസ്, വിഷനൊക്കെ ഉണ്ടായിരുന്നു. ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ ആ ഭാഗം വിടാം, എന്നിട്ട് നമുക്ക് ഇങ്ങോട്ട് ഇത് അല്ലേ പിന്നെ രണ്ടാമത്തെ അവിടെ കിടക്കത്തേ ഉള്ളൂ. രൂത്തിൻ്റെ പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ടോ? ഉണ്ടോ? വായിച്ചിട്ടുണ്ട്. ആ രൂത്ത് ആരാ? ഒരു മോവാബി സ്ത്രീയാണ്. മോവാബിനെ കുറിച്ചുള്ള ദൈവത്തിൻ്റെ അരുളപ്പാടെന്താണെന്നറിയോ? വേറെ അവൾ ഒരിക്കലും ദൈവിക ശുശ്രൂഷയ്ക്ക് ക്വാളിഫൈഡ് അല്ല. മോവാബിൽ ആരാ? അറിയോ? ലോത്തിൻ്റെ തനിക്കുണ്ടായ ഒരു കൂട്ടരുണ്ട്. മോവാബിനും അമോന്യൻ രണ്ടുപേർ. അപ്പോൾ അവർ തിരുസഭയിൽ വരാനായിട്ട് ഒരിക്കലും അർഹരല്ല എന്നാണ്. പക്ഷേ അനർഹമായതിനെ പോലും ദൈവത്തിൻ്റെ പദ്ധതിക്ക് വേണ്ടി ദൈവം ചരിത്രത്തിൽ ഉപയോഗിക്കുന്നതിൻ്റെ വളരെ ശക്തമായിരിക്കുന്ന തെളിവാണിത്, അല്ലേ? എന്താണ്? മോവാബി സ്ത്രീ
ഇതൊക്കെ വരിക. രൂത്ത് ആ മോവാബി സ്ത്രീയോട് കൂടെ ചേർന്ന് വരികയാണ്, നവോമിയോട് ചേർന്ന് വരികയാണ്. എന്നിട്ട് അവളെക്കുറിച്ച് ഒരു പരാമർശമുണ്ട് രൂത്തിൻ്റെ പുസ്തകം. എന്താ രസമാണ് രൂത്തിൻ്റെ പുസ്തകം വായിക്കുകയും പഠിക്കുകയും ചെയ്യാൻ. പ്രസംഗിക്കാൻ അത് എടുക്കാത്ത കാര്യം എന്തെന്നറിയാമോ? പ്രസംഗിക്കാൻ എപ്പോഴൊക്കെ എടുത്തിട്ടുണ്ടോ ആളുകൾ ഓർമ്മ. കാരണം ഇത് കേൾക്കാൻ വലിയ ഇഷ്ടമൊന്നുമില്ല. അറിയാവുന്നുണ്ടെന്ന് അല്ല, അതിനകത്ത് ഒത്തിരി ദൂതുണ്ട്. ആ ദൂത് നമുക്ക് വേണ്ട. നമുക്ക് കഥയും പറച്ചിലും ഒക്കെയാണ് വേണ്ടി, ചാട്ടവും ബഹളവും ഒക്കെയാണ് വേണ്ടിയത്. ദൂത് വേണ്ട. അതുകൊണ്ടാണ് കാര്യം. അതിനകത്ത് ഒരു ചെറിയ പ്രയോഗമുണ്ട് അവിടെ. അവൾ വീട്ടിൽ അല്പമേ താമസിച്ചു. ഒന്നാമത്തെ ക്വാളിറ്റിയാണ് ഒരു ദൈവവൈദ്യൻ്റെ. അവൻ ഒരു കർത്താവിൻ്റെ വേലക്കാരൻ്റെ, ഒരു പട്ടക്കാരൻ്റെ, ഒരു സുവിശേഷകൻ്റെ, ഒരു മെത്രാച്ചൻ്റെ ആദ്യത്തെ ക്വാളിറ്റിയാണ് വീട്ടിൽ അല്പമേ താമസിച്ചു എന്ന് പറഞ്ഞാൽ എന്നാ അറിയാം? വീട്ടിൽ എന്ന് പറഞ്ഞ അർത്ഥം എന്നറിയാം? ഈ വേർഡ്ലി പ്രഷേഴ്സ് ആൻഡ് വേർഡ്ലി തിങ്സ്, അതൊക്കെ അതിൽ അല്പമേ ശ്രദ്ധ പാടുള്ളൂ, അല്പമേ പാടുള്ളൂ. വന്നുടനെ അവിടെ ഏർജൻസിയാണ്, തിടുക്കമാണ്. അമ്മായിമ്മ പറഞ്ഞു പോകാൻ പറഞ്ഞു. അവിടെ ചെന്നത് എവിടെയായിരുന്നു? ബോസിൻ്റെ വയലില്ല. ആദ്യം ചെന്നത് എന്താണ്? ആദ്യം ചെന്നത് ഒരു നാമീ വയലിൽ കലപെറുക്കുകിലോ ക്ഷണത്തിൽ. ആ പാട്ട് കേട്ടുണ്ടോ? ഒരു നാമീ വയലിൽ കലപെറുക്കുകിലോ ക്ഷണത്തിൽ അളവ് കൂടാതുള്ള യവക്കും മരങ്ങൾ ഉടമസ്ഥനാക്കിടുമേ ഭാഗ്യവശാൽ ബോവസിന്റെ നല്ല വയൽ പ്രദേശെ വന്നു ചേർന്നിടുവാൻ വിദൂരം മോവാബിൽ നിന്നു വേർതിരിച്ചെന്നെ സമൃദ്ധിയായി അനുഗ്രഹിച്ചു ഭാഗ്യവശാൽ ബോവസിന്റെ. ഇവിടെ കാലാപെറുക്കി. അപ്പോൾ കണ്ടുകൊണ്ടിരുന്നവൻ പറഞ്ഞു, കറ്റകൾക്കിടയിൽ നിന്ന് അവൾക്ക് പെറുക്കാൻ വേണ്ടി ഊരിയിട്ട് കൊടുത്തോളാൻ പറഞ്ഞു. ഭക്ഷണത്തിന് സമയമായപ്പോൾ അവളോട് പറഞ്ഞു, നീ വന്ന് നിൻ്റെ കഷണം ചാറ്റിൽ മുക്കിക്കൊള്ളുക. വൈകുന്നേരമായപ്പോൾ ആ പുതപ്പിൻ്റെ കീഴിൽ അവളവിടെ ചുരുണ്ടുകൂടി കിടന്നു. അമ്മയുടെ ഇത് ആലോചനയാണ്, ചാർച്ചക്കാരനാണ്, അതുകൊണ്ട് വിടണ്ട എന്ന് പറഞ്ഞു. അതുപോലെ ചെയ്തു. ആരായി തീർന്നു? ബോവസിൻ്റെ മണവാട്ടിയായി, ബോവസിൻ്റെ ഭാര്യയായി തീർന്നു. അത് സഭയും കാന്തനുമായിട്ടുള്ള ബന്ധത്തെ മനോഹരമായി ആവിഷ്കരിക്കുന്ന ഒരു ചിത്രമാണ്. അപ്പോൾ നിന്നെക്കൊണ്ട് ഇത് ചെയ്യാൻ കഴിയുമോ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി എന്താണ്? എനിക്ക് ഇത് സാധ്യമല്ല, നീ ചിന്തിക്കുന്ന ആൾക്കും ഇത് സാധ്യമല്ല എന്ന് പറഞ്ഞിട്ട് നെക്സ്റ്റ് അദ്ദേഹം പറയുന്ന മനോഹരമായിരിക്കുന്ന ഭാഗമാണ്. നിന്റെ ദേവന്മാരെന്ന് വിശ്വസിക്കുന്നവർക്കോ ശക്തികൾക്കോ ഇത് സാധിക്കത്തില്ല, എനിക്കും സാധിക്കത്തില്ല. ചോദ്യം എന്താണ്? നിനക്ക് കഴിയുമോ എന്ന ചോദ്യം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മാനുഷികമായ കഴിവുകേടിനെ സമ്മതിക്കുക. എന്നെക്കൊണ്ട് കഴിയുമെന്ന് ചോദിച്ചാൽ എന്നെക്കൊണ്ട് പറ്റി 4 പ്രസംഗം എനിക്കറിയാവുന്നേ ഞാൻ പറയാം. അതല്ല, എൻ്റെ കഴിവുകേടിനെ ഞാൻ ദൈവസന്നിധിയിൽ സമ്മതിച്ചുകൊണ്ട് അദ്ദേഹം വെളിപ്പെടുത്തിയ ഒരു കാര്യമുണ്ട്. എന്താണത്? രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ട്. രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ട്. ഇതാണ് ദാനിയേലിൻ്റെ ജീവിതത്തെ ദൈവം ഉയർത്താനുള്ള പ്രധാനപ്പെട്ട കാരണം. അതായത് ദൈവത്തെ വെളിപ്പെടുത്താൻ കിട്ടിയ ആ തക്ക സമയം തക്കത്തിൽ ഉപയോഗിച്ചു. ചോദ്യം എന്താണ്? നിനക്ക് കഴിയുമോ? എനിക്ക് കഴിയത്തില്ല. പക്ഷേ ഞാൻ പരിചയപ്പെടുത്തുന്ന ഒരു ദൈവം, അല്ലെങ്കിൽ എൻ്റെ ദൈവം, തൻ്റെ ദൈവത്തെ ഈ വലിയ സംവിധാനങ്ങളുടെ നടുവിൽ വെളിപ്പെടുത്താൻ ദൈവം കൊടുത്ത സമയമാണിത്. There's a God living in heaven. ഈ വലിയ കൊട്ടാരത്തെക്കാൾ മെച്ചമായ ഒരു ഇടം സ്വർഗം എന്നുള്ളതുണ്ട്. നീ കണ്ടിട്ടില്ലാത്ത ഒരു സ്വർഗമുണ്ട്. നീ ഇവിടെ വാസിക്കുന്ന പാലസിനേക്കാൾ മെച്ചമായ ഒരിടമുണ്ട്.
ഇത് കാണാൻ ഭാഗ്യം ലഭിച്ച ജീവിതമാണ് അനുഗ്രഹിക്കപ്പെട്ടത്. ഒരു കാലത്തെ വിശുദ്ധന്മാർക്കെല്ലാം ഉണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം, ഒരു അനുഗ്രഹം, their feet was on earth but their mind was in heaven. അവരുടെ പാദം ഭൂമിയിലായിരുന്നു, പക്ഷേ അവരുടെ മനസ്സോ നടക്കുമ്പോഴെല്ലാം ആ പാട്ടും ഒളിപ്പാട്ടും പാടിക്കൊണ്ടാണ് നടന്നിരുന്നത്. പ്രത്യാശയോടിത ഭക്തരങ്ങുണേരുന്നേ, വന്നു നിൽക്കും പൊന്നുഷസേ, ഓർക്കും തോറും രമ്യം തന്തനെ കാണുവാൻ ആർത്തി വളരും. മൂളിപ്പാട്ട് പാടുക. അമ്മച്ചിക്ക് വേറെ സൂചനയ്ക്ക് വായിക്കാനൊന്നും അറിയത്തില്ല, പ്രസംഗിക്കാനും അറിയത്തില്ല, പക്ഷേ ചമ്മന്തി അരച്ചോണ്ടിരിക്കുമ്പോഴും പാടും കന്തനെ കാണുവാൻ. ചക്കക്കുരു ചിരണ്ടിക്കൊണ്ടിരിക്കുമ്പോഴും പാടും കന്തനെ കാണുവാൻ. അരി ഇങ്ങനെ പാറ്റിക്കൊണ്ടിരിക്കുമ്പോഴും പാടും കാന്തനെ കാണുവാൻ. എൻ്റെ അമ്മച്ചി, എൻ്റെ അമ്മ വലിയ വിദ്യാഭ്യാസമൊന്നുമുള്ള അമ്മയല്ല. നിങ്ങൾ കണ്ടിട്ടില്ലേ എൻ്റെ അമ്മയോട് വന്ന് കട്ടയും മുണ്ടുമൊക്കെ കൊടുത്ത് എൻ്റെ അമ്മ അങ്ങനെ വലിയ വിദ്യാഭ്യാസമൊന്നുമുള്ള, അല്ലാതെ കൺവെൻഷനൊന്നും പോയി പ്രാർത്ഥിച്ചിട്ടൊന്നുമില്ല. പരസ്യമായിട്ട് വീട്ടിൽ ഇരുന്നുകൊണ്ട് തലേ കൊണ്ട് കണ്ണീരോട് ഇങ്ങനെ പ്രാർത്ഥിക്കും. ഏതോ ദിവസം ഇങ്ങനെ തപ്പി വായിക്കും. ഇത്രയൊക്കെ ഉള്ളൂ. അത്രയോട് പാവം പിടിച്ച സ്ത്രീയാണ്. പക്ഷേ അടുപ്പത്ത് അരി ഇടുമ്പോൾ സ്വോത്രം പറയും. ഞാൻ കേട്ടിട്ടുള്ളതാണ്. എൻ്റെ ഭാര്യയോട് ചോദിച്ചാൽ എൻ്റെ അമ്മയെക്കുറിച്ച് കുറച്ചുകൂടെ ഭംഗിയായിട്ട് പറയാം. എന്നെക്കാട്ടി കൂടുതൽ അടുത്ത അവർക്ക് അറിയാവുന്നത് കുറച്ച് നാളുകൊണ്ട്. പക്ഷേ അതൊരു വലിയ പ്രത്യേകതയാണ്. അതൊന്നും ഈ അവർണ്ണനീയമാണ്. അതൊരു അനുഭവമാണ്, ഒരു വലിയ എക്സ്പീരിയൻസാണ്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ കൊച്ചു ജീവിതത്തിൻ്റെ ഒരു പ്രത്യേകതയൊക്കെ നമ്മളൊന്ന് ആലോചിക്കണം. നമ്മളൊക്കെ ഒത്തിരി മാറിപ്പോയി അതിൽ നിന്നൊക്കെ. മനസ്സ് എവിടെ ആയിരിക്കണം? സ്വർഗത്തിലായിരിക്കും. ആ മനസ്സ് സ്വർഗത്തിലായിരിക്കുമ്പോഴേ ഈ കാലിന് ബലം കിട്ടത്തുള്ളൂ കൂടുതലായിട്ട്. സങ്കീർത്തനത്തിലൊരു വാക്യമുണ്ട്, അവൻ എൻ്റെ കാലുകളെ കലമാൻ പേടയ്ക്ക്. അത് മനോഹരമായിരിക്കുന്ന പദപ്രയോഗം. അത് കലമാൻ പേടയ്ക്ക് ഹബക്കൂക്കിൻ്റെ പുസ്തകത്തിലാണ്. അവൻ എൻ്റെ കാലുകളെ കലമാൻ പേടയ്ക്ക്. കൊച്ചമ്മ അങ്ങനൊരു പാട്ടുണ്ട്, അറിയാവോ? എൻ്റെ കാലുകളെ കലമാൻ പേടയ്ക്ക് തുല്യമായി നടത്തുന്നവൻ, എന്നെ ഗിരികളിൽ നിൽക്കുമാറാക്കുന്നവൻ, രക്ഷയെന്ന പരിചയം നൽകിയിടുന്നു. സ്തുതിക്കും ഞാനെന്ന് സ്തുതിക്കും ഞാൻ, സ്തുതിക്കു യോഗ്യനമേശുവിനെ. വല്ലഭൻ എനിക്ക് വലിയവ ചെയ്തു, വാഴ്ത്തുന്ന നാമം ഈ മരുവിൽ. താൻ നിൽക്കുന്നതായിരിക്കുന്ന സ്ഥലം ബാബേലാണ്. പക്ഷേ എൻ്റെ ഹൃദയം ഇവിടെയല്ല, ഈ പാലസിലല്ല, ഈ ബാബിലോണിലല്ല. എന്നെ ഇവിടെ കൊണ്ടുവന്നത് എൻ്റെ മനസ്സിൻ്റെ ഉടമയെ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ള ഒന്നേ ഉള്ളൂ, എന്നെക്കൊണ്ട് ഇത് പറ്റത്തില്ല. പക്ഷെ ഞാൻ അറിയാവുന്ന ഒരാളുണ്ട്, അദ്ദേഹത്തിന് സാധിക്കും. അദ്ദേഹത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. അതുകൊണ്ട് ഉച്ചൈസ്തരം വിളിച്ചു പറയുകയാണ്. ഉച്ചൈസ്തരം സംശയലേശവിനെ വിളിച്ചു പറയുകയാണ്. രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്ന ഒരു ദൈവം സ്വർഗത്തിൽ ഉണ്ട്. ഇപ്പൊ ദാനിയേൽ ദൈവത്തെക്കുറിച്ച് വെളിപ്പെടുത്തിയ ആ വെളിപ്പാട് പറഞ്ഞതായിരിക്കുന്ന ആ വെളിപ്പാട് വളരെ മനോഹരമായിരിക്കുന്നതാണ്. അത് ഞാനിങ്ങനെ കുറിച്ച് വെച്ച് ഇന്ന് രാവിലെയാണ് കുറിച്ച് വെച്ചത്. ഞാൻ നിങ്ങളോട് പറയാനായിട്ടാണ്. ഈ കാര്യങ്ങളെല്ലാം നടന്നു കഴിഞ്ഞിട്ട് നെബൂഖദ്നേസറിനൊരു കൺവേർഷൻ സംഭവിച്ചൊന്നുമില്ല. അദ്ദേഹം ഒരു ദൈവവിശ്വാസത്തിൽ നിന്നില്ല. നിൻ്റെ ദൈവം എൻ്റെ ദൈവം എന്ന് പറയാനായിട്ട് നിൻ്റെ ദൈവം എന്നേ പറഞ്ഞുള്ളൂ. പക്ഷേ നിൻ്റെ ദൈവം എൻ്റെ ദൈവം എന്ന് പറയാൻ അദ്ദേഹത്തിന് സാധ്യമായിട്ടില്ല. എന്നിട്ട് പോലും ദൈവം ചില കാര്യങ്ങൾ അവിടെ വെളിപ്പെടുത്താനായിട്ട് സാധിച്ചു. അപ്പോൾ ദാനിയേൽ ഈ ടെക്സ്റ്റിലൂടെ വെളിപ്പെടുത്തുന്ന ദൈവത്തെക്കുറിച്ചുള്ള ചിന്ത എന്താണ്? ഹി ഈസ് ദ ഗോഡ് ഹു ആൻസേഴ്സ് പ്രേയർ. 2, ഹി ഹു റിവീൽസ് സീക്രട്സ്, രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്ന ദൈവം. 3, ഹി ഹു നോസ് ദ ഫ്യൂച്ചർ, ഭാവിയെക്കുറിച്ച് അവന് നന്നായിട്ട് അറിയാം എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന്. ദൈവത്തിന് സ്തോത്രം. 4, ഹി ഹു സേവ്സ് ലൈഫ്സ്, അതായത് കൊല്ലാൻ പോകുന്ന മനുഷ്യരെ രക്ഷിക്കാൻ തന്നെ കൊണ്ട് സാധിക്കും. 5, ഹി ഹു കൺട്രോൾസ് ദ ഹിസ്റ്ററി,
ചരിത്രത്തെ നിയന്ത്രിക്കുന്നവനാണ് ഈ ദൈവം. ദാനിയേലിൻ്റെ പ്രഘോഷണമാണ് ഈ ദൈവത്തെക്കുറിച്ച്. ഒരു നാൾ മനുഷ്യനിർമ്മിതമായതെല്ലാം അഴിഞ്ഞു പോവുകയും സുസ്ഥിരമായിരിക്കുന്ന ഒരു ഭരണ സംവിധാനം ഈ ലോകത്തിൽ വരികയും ചെയ്യുന്നത് വളരെ വ്യക്തമായി മറനീക്കി പറയാൻ ദൈവം അദ്ദേഹത്തെ ചുമതലപ്പെടുത്തിയതാണ് ഈ പുസ്തകത്തിൽ നമ്മൾ തുറന്ന് കാണുന്നത്. അടുത്തത് തുടർന്നുള്ള വാക്യങ്ങളൊന്ന് നോക്കിയാൽ ഈ ബിംബത്തെക്കുറിച്ചുള്ള വിശദീകരണം നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. 2-ാം അധ്യായത്തിൻ്റെ എത്ര വായിച്ചാട്ടെ. നെബൂഖദ്നേസർ കണ്ട ബിംബമാണിത്. ആ ബിംബത്തിൻ്റെ ഒരു ചെറിയ വിവരണം അത് പോർട്രേറ്റ് ചെയ്തിരിക്കുന്നു. സ്റ്റാച്യു തല സ്വർണ്ണം കൊണ്ട് നിർമ്മിച്ചിരിക്കുകയാണ്. അതായത് ബാബിലോണ്യ സാമ്രാജ്യത്തിൻ്റെ ഉദയാസ്തമയത്തേക്ക്, അതായത് ഈ യേശുക്രിസ്തുവിൻ്റെ മടങ്ങിവരവ് വരെ ഈ ലോകത്തിൽ സംഭവിക്കുന്ന രാജ്യത്വങ്ങളുടെ ഉദയാസ്തമയത്തെക്കുറിച്ച് ദൈവം ദാനിയേലിൽ കൂടെ വെളിപ്പെടുത്തുക. അപ്പോൾ ഈ കാലഘട്ടത്തിലേ ഉണ്ട്, ഈ കാലഘട്ടത്തിലേയും വെളിപ്പെടുത്തിയിട്ടുണ്ട്. അത് ഉദിച്ചുയരുന്ന അസ്തമിക്കുന്ന സാമ്രാജ്യങ്ങളുടെ വിശദീകരണം ഒരു പ്രത്യേക ബിംബത്തോട് ബന്ധപ്പെട്ടാണ്. എന്നാൽ 7-ാം അധ്യായത്തിലും 8-ാം അധ്യായത്തിലും വരുമ്പോൾ ഇത് ഘോര മൃഗത്തോട് ബന്ധപ്പെടുത്തി ദാനിയേലിനെ ദൈവം കാണിക്കും. ഇത് ആർക്ക് കാണിച്ചു കൊടുത്തതാ? ഇത് നെബൂഖദ്നേസറിന് കാണിച്ചു കൊടുത്തതാ. എന്നാൽ ഇതേ ചിന്ത തന്നെ 7-ാം അധ്യായത്തിൽ ഘോരവും ഭയങ്കരമായിരിക്കും 4 മൃഗങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തി ദാനിയേലിന് വെളിപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. അതിന് 7-ാം അധ്യായം പഠിക്കുമ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കത് പഠിക്കാറുണ്ട്. ഇതാരാണ്? നെബൂഖദ്നേസർ രാജാവ്. ഇതാണ് ബാബിലോണ്യ സാമ്രാജ്യം. ബാബിലോണ്യ സാമ്രാജ്യം BC 626 മുതൽ 539 വരെ ചരിത്രത്തിൽ ഉണ്ടായിരുന്ന സാമ്രാജ്യമാണ്. രണ്ട്, ഇത് ഈ കാണുന്ന ചെസ്റ്റും കൈയും അരയുടെ മേൽഭാഗം, ഇത്രയും ഭാഗം ഇത് ബാബിലോണ്യ സാമ്രാജ്യത്തിന് ശേഷം ഈ ലോകത്തിൽ നിലവിൽ വന്നതായിരിക്കുന്ന മേദ്യ പാർസ്യ സാമ്രാജ്യമാണ്. മേദ്യ പാർസ്യ സാമ്രാജ്യമാണ്. അതായത് ദാനിയേൽ പ്രവചനം 5-ാം അധ്യായത്തിൽ ആ രാത്രിയിൽ ബേൽസസർ കൊല്ലപ്പെട്ടു എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ 6-ാം അധ്യായത്തിൽ വരുമ്പോൾ മേദ്യ രാജാവ് സ്ഥാനമേൽക്കുന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതാണ് ഈ 2-ാമത്തെ കാലം. 3-ാമത്തെ അതിൻ്റെ ഭരണകാലം 331 വരെയുള്ള കാലഘട്ടമാണ്. 539 മുതൽ 331 വരെയുള്ള കാലം. അടുത്തത് ഈ അദ്ദേഹത്തിൻ്റെ വയറും അത് ബ്രോൺസ് എന്ന് പറഞ്ഞാൽ എന്താണ്? താമ്രം. പക്ഷേ ഒരു കൂട്ടം ആളുകളുടെ അഭിപ്രായം ആ കാലഘട്ടത്തിൽ ബ്രോൺസ് എന്ന് പറയുന്ന ഒരു ലോഹം ഉണ്ടായിരുന്നില്ലെന്നാണ്. അപ്പോൾ ചെമ്പാണെന്നാണ് ഒരു കൂട്ടർ പറയുന്നത്. എന്തേ ആയിക്കോട്ടെ, ബ്രോൺസ് ആയിക്കോട്ടെ ചെമ്പായിക്കോട്ടെ എന്തായാലും വേണ്ടില്ല, സംഭവം ഇതാ. അപ്പോൾ നമുക്കിങ്ങനെ ഞാൻ പഠിക്കാം അല്ലേ? ബ്രോൺസ് ആണ്. അതായത് കൊടുക്കുന്നതാണ് ഗ്രീസിനെ കൊടുക്കുന്നത്. അതായത് അലക്സാണ്ടർ ദി ഗ്രേറ്റ് BC 331 മുതൽ 168 BC വരെ ഉള്ള കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന ശക്തനായിരിക്കുന്ന ഒരു ഭരണാധികാരിയായിരുന്നു അലക്സാണ്ടർ ദി ഗ്രേറ്റ്. താമ്രം, അദ്ദേഹത്തിൻ്റെ സേനയ്ക്ക് എല്ലാവർക്കും ഈ താമ്രം കൊണ്ടുള്ള പരിചയം, താമ്രം കൊണ്ടുള്ള ബ്രസ്റ്റ് പ്ലേറ്റും ഒക്കെ ഉണ്ടായിരുന്നു അറിയപ്പെടുന്നത്. ഭയങ്കര സ്പീഡായിരുന്നു അദ്ദേഹത്തിൻ്റെ സേനയ്ക്ക്. വളരെ ശക്തിയോടെ താഴ്വരകളിലൊക്കെ സൈന്യം യുദ്ധം ചെയ്ത് മുന്നേറി രാജ്യങ്ങളൊക്കെ വെട്ടിപ്പിടിച്ചതാണ്. വേറെ എവിടെയെങ്കിലും രാജ്യം ഉണ്ടായിരുന്നെങ്കിൽ നിന്നെ ഞാൻ കീഴടക്കുമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് വീമ്പിളക്കിയ മനുഷ്യനാണ്. 32 കൊല്ലം മാത്രമേ ലോകത്ത് ജീവിച്ചിരുന്നുള്ളൂ എന്ന് പറയപ്പെടും. അടുത്തത് ഈ കാണുന്ന ഭാഗം, ഭാഗം അത് റോമിനെ കുറിക്കും, റോമ സാമ്രാജ്യത്തെ കുറിക്കും. അതായത് ചക്രവർത്തി ഭരണം 168 BC മുതൽ 476 AD വരെ യേശുക്രിസ്തു ജനിച്ച കാലഘട്ടത്തിൽ ലോകത്തിൽ നിലനിന്ന ഭരണ സംവിധാനം ആരുടെ ആയിരുന്നു? റോമിൻ്റെ ഭരണ സംവിധാനമായിരുന്നു. അത് 476 തകർന്ന് തരിപ്പണമായിപ്പോയി. ഇനിയും യേശുക്രിസ്തുവിൻ്റെ 2-ാമത്തെ വരവിൽ ഈ തകർന്നതായിരിക്കുന്ന റോമ സാമ്രാജ്യം സടകുടഞ്ഞെഴുന്നേൽക്കും.
ദശരാഷ്ട്ര സഖ്യം ഉണ്ടാകും. ഇപ്പം തന്നെ ഈ 10 പേരിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ അതിനൊരു സൂചനയുണ്ട്. എന്നാൽ വെളിപ്പാട് പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ 10 രാജാക്കന്മാരെ കുറിച്ച് പരാമർശിക്കുന്നത് നമ്മൾ പഠിച്ചു വരുമ്പോൾ അത് കൂടുതലായിട്ട് പഠിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ 476 വരെ ആംഗ്ല സാമ്രാജ്യമാണ് റോമൻ സാമ്രാജ്യം. അത് കഴിഞ്ഞ് താഴെ വരുന്നത് പാതി കളിമണ്ണും പാതി ഇരുമ്പ് കൊണ്ട് സമ്മിശ്രമായിരിക്കുന്ന ഒരു ഭരണ സംവിധാനം. അത് 476 മുതൽ നാം ജീവിക്കുന്ന ഈ കാലഘട്ടം വരെ ഉള്ളതായ ഭരണ സംവിധാനത്തെ കുറിക്കുന്നത്. അപ്പോൾ ഇത് എന്നാണ് ദൈവം വെളിപ്പെടുത്തുന്നത്? ദൈവം വെളിപ്പെടുത്തുന്ന സമയം എപ്പോഴാണ്? നമ്മൾ ഇന്ന് ജീവിക്കുന്ന കാലഘട്ടത്തിൽ നടക്കാനിരിക്കുന്നത് പോലും ദൈവം ദാനിയേലിന് ഏത് കാലഘട്ടത്തിലാണ് വെളിപ്പെടുന്നത്? ഈ നെബൂഖദ്നേസറിൻ്റെ കാലഘട്ടം ഏതാണ്? BC 626 മുതൽ 539 വരെ. അത് ഇവരെ കൊണ്ടുചെല്ലുന്ന BC 586 BC 586 മുതൽ ജീവിച്ചതായിരിക്കുന്ന വൃദ്ധനായിരിക്കുന്ന മനുഷ്യന് ദൈവം വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. എന്താണ് ഇങ്ങനെ സംഭവിക്കാൻ പോകുന്നതെന്ന്? 2000 വർഷങ്ങൾക്ക് ശേഷം സംഭവിക്കാൻ പോകുന്നതും അന്ന് ദൈവം വെളിപ്പെടുത്തും. വേദപുസ്തകത്തിൻ്റെ നിസ്തുലത കണ്ടോ? ഇനിയും ഇതിൻ്റെ ആത്മീകമായ ചില അർത്ഥസൂചനകൾ നമുക്ക് പഠിക്കാനായിട്ട്, ഈ ഭരണ സംവിധാനത്തെക്കുറിച്ചുള്ള ചില പാഠങ്ങൾ നമുക്ക് പഠിക്കാനായിട്ട്. 4 ഭരണ സംവിധാനങ്ങൾ ഈ ചരിത്രത്തിൽ നിലനിന്നത്, 4 അല്ല 5 ഭരണ സംവിധാനങ്ങൾ ചരിത്രത്തിൽ വന്ന് പ്രവർത്തിച്ച് അസ്തമിച്ച് പോയിക്കൊണ്ടിരിക്കുന്നതിനെക്കുറിച്ച് നമ്മൾ ലോക ഭരണക്രമത്തെക്കുറിച്ച് പറഞ്ഞാൽ മനസ്സിലാകും. അതായത് ഈ 4 ലോഹങ്ങളും അവരുടെ ഭരണത്തിൻ്റെ സംവിധാനവും ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ മനോഹരമായി പരാമർശിക്കുന്നുണ്ട്. അതിലൊന്നാമത്തേത് ഏകാധിപത്യം അല്ലെങ്കിൽ സ്വേച്ഛാധിപത്യം, ഓട്ടോക്രസി. രാജാവാണ് കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്ന, മറ്റേ ആരും ആ കൂട്ടത്തിലില്ല. ഓട്ടോക്രസി, ഓട്ടോക്രാറ്റിക് റൂൾ. 2-ാം അധ്യായത്തിൽ 39-ാമത്തെ വാക്യം വായിച്ചാൽ ഇതിൻ്റെയൊക്കെ മഹത്വം ഇങ്ങനെ കുറഞ്ഞു വരുന്നതിനെക്കുറിച്ച് കാണാം. ഏറ്റവും മഹത്വമുള്ളതാണ് തങ്കം. ആ തങ്കത്തിൻ്റെ സ്ഥാനം അലങ്കരിക്കുന്നത് രാജഭരണമാണ്, ഓട്ടോക്രസി. ഏകാധിപത്യ ഭരണം. രാജഭരണം എന്ന് പറഞ്ഞാൽ പോരാ, ഏകാധിപത്യ ഭരണം. രാജാവിനെ തിരുത്താനും രാജാവിന് അതല്ലേ അവിടെ അവരെ കൊന്നൊടുക്കാനൊക്കെ പോയപ്പോൾ അവിടെ സംവിധാനങ്ങളൊന്നുമില്ല, അല്ലെങ്കിൽ ഉപദേശം കൊടുക്കുമായിരുന്നു. അപ്പോൾ ഏകാധിപത്യം ആണ് അവിടെ നിലനിന്നിരുന്നത്. ഏത്? നെബൂഖദ്നേസറിൻ്റെ കാലഘട്ടത്തിൽ ഏകാധിപത്യം. രണ്ടാമതായിട്ട് മേദ്യപാർസി സാമ്രാജ്യം. അത് ബ്യൂറോക്രസി ആണെന്ന് പറയാൻ കാരണം ഈ ദാനിയേലിനെ സിംഹക്കൂട്ടിൽ ഇരുന്ന ഒരു സംവിധാനത്തിലേക്ക് എത്തിച്ചേർന്നു. 6-ാം അധ്യായം. ദാനിയേലിനോട് ക്രുദ്ധിച്ച കാര്യം എന്നാ? അല്ല, ക്രുദ്ധിച്ചതിന് കാരണം എന്നാ? കുറ്റം കണ്ടുപിടിച്ച കാര്യം എന്നാ? അതായത് ഈ മറ്റ് പ്രമാണിമാരിൽ നിന്ന് തികച്ചും വ്യത്യസ്തനായിട്ടാണ് ആരെ കണ്ടത്? ഇവർക്ക് ദാനിയേലിനോട് നീരസം ഉണ്ടാക്കാൻ കാരണം എന്നറിയാം. രാജാവ് ഹൃദയത്തിൽ തീരുമാനിച്ചത് 3 പ്രധാന ദേശാധിപതിമാരെ ഉണ്ടാക്കിയിട്ട് അവരിൽ ഏറ്റവും വിശിഷ്ടനായി ആരെ അവരോധിക്കാൻ തീരുമാനിച്ചു? ദാനിയേലിനെ. ദാനിയേൽ ആരാ? അല്ല, അവരുടെ ദൃഷ്ടിയിൽ ഞാൻ കുറച്ചുകൂടെ ഭംഗിയായിട്ട് പറയാം. കോശക്കുഞ്ഞ് സാറ് എഴുത്തുകാരനാണ്. പറ. തിരുവല്ലക്കാരൻ അല്ലെങ്കിൽ കാമ്പാത്ത്. ഞാനോ അപ്പോൾ അദ്ദേഹം പറയാണ്, ഇവിടെ അങ്ങനെ ഞെളിയൊന്നും വേണ്ട, ഞങ്ങളിവിടെ നാട്ടുകാരോടുണ്ട്. ജോർജി എന്നെ പറയും പൊത്തിരിക്കല്. എൻ്റെ അപ്പനൊക്കെ ഇവിടെ കാര്യങ്ങളൊക്കെ ചെയ്ത് ഉണ്ടപ്പള്ളിയിലെ പ്രസാദ് കണ്ടില്ലേ കുറിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രസാദ് പറയും, ഞങ്ങൾ ഇവിടുത്തുകാരാ,
കൊച്ചുവൻ പിന്നെ പറയത്തില്ല, കൊച്ചുവൻ ചാത്തങ്കേരിൽ നിന്ന് ഇങ്ങോട്ട് വന്നതുകൊണ്ട് എൻ്റെ ഗ്രൂപ്പിൽ പെടും. കൊച്ചുവൻ പറയും ഞങ്ങളൊക്കെ ഇവിടുത്തുകാരാണ്. ഞാനാരാ പിടി കിട്ടിയോ? ഇത് തന്നെ അവിടെ ജോർജ് ഇപ്പൊ പിടി കിട്ടിയോ? എടാ ഇവനാരാ ചാടി വരട്ടെ ഇങ്ങോട്ടെ, എന്നെ കുറിച്ച് പറയാൻ അമ്മ നോക്കിയിരിക്കുക. നീട് പോരട്ടെ, എങ്ങാണ്ടൊന്ന് വന്ന് ഒരുത്തരെ പിടിച്ചാണ് ബൈബിൾ സ്റ്റഡി നടത്തുന്നത്. വേറെ ആരെങ്കിലും പോരും, ഞാനങ്ങ് മാറി കൊടുക്കാം. ഉദാഹരണം അത് എങ്ങാണ്ട് തോന്നാൻ തന്നെ ശരി. വീടില്ല, നാടില്ല, അഡ്രസ്സില്ല, ജോലിയില്ല. വേറെ ഞങ്ങളുടെ രാജാവ് കൊടുക്കുന്ന തിന്നോണ്ടിരിക്കുന്ന മനുഷ്യന്. ഞങ്ങളിവിടുത്തെ പ്രമാണിമാര്, ഞങ്ങളിവിടുത്തെ വലിയ ആളുകൾ, ഞങ്ങളിരിക്കുമ്പോൾ ഞങ്ങളുടെ വെക്കാൻ പറ്റുമോ? ഒക്കത്തില്ല. അത്രയേ ഉള്ളൂ, കാര്യം അത്രയേ ഉള്ളൂ. അപ്പോൾ എന്തോ ചെയ്തു, ഇവനെ എങ്ങനെയെങ്കിലും കുഴപ്പത്തിലാക്കണം. അതിന് കുറ്റം കണ്ടുപിടിക്കാൻ ശ്രമിച്ചു. ഭയങ്കര അന്വേഷണമാണ്. ഉടനെ അവന്മാരാണ് പറയണ, എന്ത് വിചാരിച്ചാലും ഇവരിൽ കുറ്റം കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. ഈ ദാനിയേലിനെ കുറിച്ചുള്ള ഇവരുടെ കണ്ടെത്തലുണ്ട്. നല്ല രസമാണ് വായിക്കാൻ. നിങ്ങളൊന്ന് വായിക്കണം. അവൻ ഉത്കൃഷ്ടമാനസനായിരുന്നത് കൊണ്ട് ഭയങ്കര. ഞാൻ എന്നെക്കുറിച്ച് തന്നെ പറയും, എൻ്റെ ഭാര്യ അങ്ങനെ എന്നെക്കുറിച്ചൊന്നും അറിഞ്ഞിരുന്നില്ല. വന്നിട്ടുണ്ട് കൊച്ചമ്മോ അങ്ങനൊന്ന് എൻ്റെ അച്ഛൻ അല്ല, എൻ്റെ ഡാർലിംഗ് ജോർജി സൂസൻ പറയണം. അങ്ങനെ മനസ്സിലായോ പറഞ്ഞു? വലത്തുനിന്ന് വന്നവനൊക്കെ. പക്ഷേ അവനെ സുസൂക്ഷ്മം diligently watching a group was there. എനിമിറ്റി ഉള്ളത്തിലുള്ള ഒരു ഗ്രൂപ്പുണ്ട്. ഈ വിരോധിക്ക് പോലും കുറ്റം പറയാനാവാത്ത തരത്തിൽ ആക്ഷേപരഹിതനായിരിക്കണം ക്രിസ്ത്യാനി. വിരോധിക്ക് പോലും ദോഷം പറയാൻ അവസരം കൊടുക്കരുത്. ഈ പുസ്തകം വെറുതെ ഒന്നുമല്ല. ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ വെറുതെ അല്ല, സുവിശേഷകരെന്ന് പറഞ്ഞാൽ വെറുതെ അല്ല. തോന്നിയ പോലെ എഴുന്നേറ്റെന്ന് 4 സ്തോത്രം പറഞ്ഞ് പ്രസംഗിച്ചു പോരുന്നൊന്നുമല്ല. കഴിഞ്ഞ ദിവസം എന്നോട് പറഞ്ഞപ്പം ഞാൻ കേട്ടതിനകത്ത് എല്ലാവർക്കും അവസരം കൊടുക്കുകയാണ് പ്രസംഗിക്കാൻ പറയും. എല്ലാവരും ഒന്നും പ്രസംഗിക്കാൻ അവസരം കൊടുത്തിട്ടില്ല. എല്ലാവരെയും പ്രസംഗിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഇത് ദൈവത്തിൻ്റെ വചനം, ഇത് കോട്ടിമാട്ടി കളയരുത്. ഒരൊറ്റ സെൻറ്റൻസ് തെറ്റിച്ച് പറഞ്ഞാൽ ന്യായവിധിയാണ്. ഇതിനൊരു മീനിങ് ഉണ്ട്, ഇതിനൊരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. ഇതിനകത്ത് ഈ ടോട്ടൽ ടെക്സ്റ്റിൻ്റെ ടോട്ടൽ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ പ്രസംഗിക്കും. അല്ലാതെ ഒരു ടെക്സ്റ്റ് അടർത്തി എടുത്ത് പ്രസംഗിക്കാൻ നമുക്ക് പറ്റത്തില്ല. കാരണം ഇത് മാത്രം അങ്ങ് ബന്ധപ്പെട്ട ഇരിക്കുന്നത് ഈ പുസ്തകം. ഒന്ന് അടർത്തി മാറ്റിക്കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് മീനിങ് ലഭിക്കും. കേൾവിക്കാർ തെറ്റിപ്പോവും. അതാ ഇന്നത്തെ കുഴപ്പമെല്ലാം സംഭവിക്കുന്നതാണ്. അടർത്തിയെടുത്ത് ചാടിക്കളിച്ച് ചിലതൊക്കെ പറയും. അത് കേട്ടുകൊണ്ട് ജനം പാവം പിടിച്ച് ജനം തുള്ളും. അതല്ല, ഇതിനൊരു ലാംഗ്വേജ് ഉണ്ട്. വേദപുസ്തകം ടോട്ടൽ ലാംഗ്വേജ് ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ നിന്ന് വേണം ദൈവത്തിന് പ്രസംഗിക്കാം. അതുകൊണ്ട് എല്ലാവരും പ്രസംഗിക്കാൻ ഈ പുസ്തകം അനുവദിച്ചിട്ടില്ല. ഇതിനകത്ത് തന്നെ പറയുന്നുണ്ട്, അധികം ഉപദേഷ്ടാക്കന്മാർ ആകരുതെന്നാണ്. പക്ഷെ ഇവിടെ ഉപദേഷ്ടാക്കാരെ പെരുക്കുക അന്ത്യകാല ലക്ഷണമാണ്. ഉപദേഷ്ടാക്കന്മാരെ പെരുക്കിക്കൊണ്ടിരിക്കുക. എല്ലാവരും അങ്ങ് പ്രസംഗിക്കാരാണ്. അപ്പോൾ ഞാനിത് പറയുന്നുണ്ടെ വിചാരിക്കും നിങ്ങൾ പ്രസംഗിക്കുന്നുണ്ടുള്ള എൻ്റെ കുശുമ്പാണെന്ന് ഞാൻ അല്ല. നിങ്ങൾ എല്ലാവരും എന്നെ പോലെ ആയിക്കോ, എനിക്ക് ഒരു വിഷമവും ഇല്ല. പക്ഷേ ഇതിനൊരു ലാംഗ്വേജ് ഉണ്ട്, അതിൽ മാത്രമേ പറയാൻ പാടില്ല. അത് പ്രാർത്ഥിച്ച് ഒരുങ്ങി ദൈവസന്നിധിയിലിരുന്ന് എത്ര മണിക്കൂറാണെന്നറിയോ ഒരു പ്രസംഗം ഉണ്ടാക്കണം. ചുമ്മാ ഒന്നും അല്ല. ഒരു വാക്യം എടുത്തിട്ട് കയറി നിന്ന് പ്രസംഗം അതല്ല പ്രസംഗം. അതിൻ്റെ പിൻപിൽ കഠിനാധ്വാനമുണ്ട്, അതിൻ്റെ പിൻപിൽ ഗൈഡൻസ് ഉണ്ട്, അതിൻ്റെ പിൻപിൽ ദൈവത്തോട് ചോദ്യമുണ്ട്, അതിൻ്റെ പിൻപിൽ റെഫറൻസ് ഉണ്ട്. ദൈവത്തിന് ആളുകൾ വിചാരിച്ച് ഇവനെ ആക്കരുത്. ഉത്കൃഷ്ടമാനസനായിരുന്നതിനാൽ അവനെ കുറ്റം. പിന്നെ അവരൊരു കുറ്റം കണ്ടുപിടിച്ചു. ആ കുറ്റം ഏറ്റു. ഏതായിരുന്നു? അല്ല, എന്തായിരുന്നു ആ കുറ്റം? അവൻ്റെ ആത്മീയതയ്ക്ക് വിഷയത്തിലല്ലാതെ അവനെ പിടിക്കാൻ നമുക്ക് പറ്റത്തില്ല. അവൻ്റെ പ്രാർത്ഥനയല്ലാതെ, അവൻ്റെ ദേവൻ്റെ കാര്യത്തിലല്ലാതെ പിടിക്കാൻ നമുക്ക് പറ്റത്തില്ല. അതുകൊണ്ട് അങ്ങോട്ട് തന്നെ എങ്ങനെയും ഇവനെ തട്ടണം. അതിനൊരു വഴി ഒരുക്കിയതാണ് രാജാവേ, 1 മാസത്തേക്ക് തിരുമേനോടല്ലാതെ മറ്റാരോടും. ഞാൻ ചിലപ്പോൾ അത് വായിച്ചുകൊണ്ടിരുമ്പോൾ ഞാൻ അന്നേല് സാധ്യത പറഞ്ഞതാണ്. ഞാൻ അന്നേ ചെന്ന് രാജാവിനോട് ഒരു
സ്പെഷ്യൽ പെർമിഷൻ മേടിക്കും. കിട്ടുമോ? ഏറ്റവും പ്രധാനിയായിട്ട് വിളങ്ങാൻ നിൽക്കുക പുള്ളിയെ ഒന്നാമനാക്കാൻ രാജാവ് തീരുമാനിച്ചിരിക്കുക. ഞാനൊരു സ്പെഷ്യൽ പെർമിഷൻ ചോദിച്ചാൽ തരുമോ? തരാതിരിക്കത്തില്ല, തരും. കിട്ടുമോ? കിട്ടുമെന്നേ കൊള്ളാം, എത്ര കൂത്തനായാലും തരും. പക്ഷെ പോയോ? ഇതാണ് ഭക്തൻ, ഇതാണ് ഭക്തൻ. നിന്റെ ഫേവർ എനിക്ക് വേണ്ട, എൻ്റെ ഭക്തിക്ക്, എൻ്റെ ഉള്ളിലെ ദൈവീകതയ്ക്ക് നിന്റെ സപ്പോർട്ട് എനിക്ക് വേണ്ട. ഞാൻ സേവിക്കുന്ന എൻ്റെ ദൈവത്തിന് ഇതിൻ്റെ പിൻപിലും പർപ്പസ് ഉണ്ട്. ഏതിൻ്റെ പിൻപിൽ? എൻ്റെ പ്രാർത്ഥന വിരോധിച്ചതിലും വിലക്കിയതിലും. അതുകൊണ്ട് അദ്ദേഹം എന്നെ ചെയ്തു, അങ്ങോട്ട് എന്നെ യെരൂശലേമിലെ തിരുവാതികളെ പറഞ്ഞിട്ട് അവിടെ ഒരു പ്രയോഗമുണ്ട്, ആർക്കും അറിയാം. മുൻപേ ചെയ്തു വന്നതുപോലെ, അതായത് ക്രൈസിസ് ഉണ്ടാകുമ്പം തട്ടിക്കൂട്ടുന്ന ഒരു ഏർപ്പാടല്ല ഈ പ്രാർത്ഥന, ഉപവാസ പ്രാർത്ഥന. എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ നമുക്കൊരുമിച്ച് അച്ഛൻ ഒരു 3 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന, അത് ഇടം തുരുത്തി നിട്ടൂപ്പിനെ വരുത്തണം. പ്രസംഗിക്കുന്നില്ല, അവൻ ഫാൽസിച്ച് അടിച്ച് പുറത്ത് കളയും. അത്ര പരിപാടികളാണ് ഇപ്പം നടക്കുന്നത്. അച്ഛനും അറിയണ്ട, ആരും അറിയണ്ട, സൂക്ഷിക്കണം. അങ്ങനെ അതൊന്നും അല്ലെന്ന ആത്മീയത. ഞാൻ ഇതിനൊന്നും ഈ ആരെങ്കിലും ദൈവമക്കളൊന്ന് പ്രാർത്ഥിക്കുന്നതിനോ കൂട്ടായ്മ നടത്തുന്നതിന് ഞാൻ എതിരല്ല. നിങ്ങൾക്കറിയാം, അമ്മാവിയൊക്കെ എൻ്റെ വീട്ടിൽ കൂട്ടായ്മ ഉണ്ടായിരുന്ന ആൾ അല്ലേ. ഇപ്പോൾ പിന്നെ അത് മുടങ്ങി കിടക്കുക. ഞങ്ങൾ തന്നെ വലുപ്പക്കാരാണ്, ഞങ്ങൾ അമേരിക്കയിൽ പോയതാ കാര്യം. അല്ലെങ്കിൽ ഇത് പണ്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരുന്നതാണ്, ശക്തമായിട്ട് നടന്നുകൊണ്ടിരുന്നതാണ്. ജോർജിയുടെ വീട്ടിൽ കൂട്ടായ്മ, അമ്മച്ചിയൊക്കെ എന്നെ പ്രാർത്ഥനക്കാരി എന്നല്ലേ, ശക്തമായ കൂട്ടായ്മ. നമ്മുടെ അച്ഛൻ്റെ വീട്, അച്ഛൻ്റെ വീട്ടിൽ കൂട്ടായ്മ നടന്നതാണ്, കൂട്ടായ്മ ഉണർവിയൊക്കെ നടന്നുകൊണ്ടിരുന്നത്. അതൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. സാറൊന്നും ഇവിടെ ഇല്ലായിരുന്നു, സാറിന് പറഞ്ഞാൽ മനസ്സിലാവും. ഇവൻ്റെ ദേവന്മാരുടെ കാര്യം നോക്കിയാലേ കാര്യം നടക്കത്തുള്ളൂ. അവിടെ കയറി പിടിച്ചു. നീ ദൈവവൈതലാണെങ്കിൽ നിൻ്റെ ജീവിതത്തിൻ്റെ ഏത് മേഖല തൊട്ടാലും നീ നിഷ്കളങ്കനാകയാൽ, ഉത്കൃഷ്ട മാനസനാകിയാൽ ദുഷ്ടൻ നിന്നോടൊന്നും ചെയ്യാൻ സാധിക്കത്തില്ല. എന്താ സംഭവിച്ചു? ദാനിയേലിനെ സിംഹക്കുഴിയിൽ ഇടാൻ കൽപ്പന കൊടുത്തു. ആര് കൊടുത്തു? രാജാവ്. നമ്മൾ അത് നിങ്ങൾ നിന്ന് തന്നെ വായിക്കണം. 6-ാമത്തെ വൈകോളം പുള്ളി ആലോചിച്ചു എങ്ങനെങ്കിലും ഇത് രക്ഷിക്കാമെന്ന്. എന്താ പറ്റാഞ്ഞ്? അതാണ് ബ്യൂറോക്രസി. ഞാൻ ആ ബ്യൂറോക്രസി എന്താണെന്ന് പറയാൻ വേണ്ടിയാണ് ഇത്രയും കൊണ്ടുവന്നത്. ബ്യൂറോക്രാറ്റിക് റൂൾ എന്ന് പറഞ്ഞാൽ അതിനകത്ത് രാജാവ് വിചാരിച്ചാൽ പോലും ചില കാര്യങ്ങൾ ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള ഭരണ സംവിധാനമാണ് ബ്യൂറോക്രസി, ഉദ്യോഗസ്ഥ ഭരണം. അത് ഈ രാജാവിന് തന്നെ എടുക്കാൻ പറ്റത്തില്ല തീരുമാനം. രാജാവാണ് ഫൈനൽ അതോറിറ്റി എങ്കിൽ പോലും പ്രപ്പോസൽ ഇവിടുന്ന് വരണം, അതിന് പെർസെൻറ്റേജ് ഉണ്ട്, അങ്ങനെയൊക്കെയുള്ള നിയമങ്ങൾ അവിടെയുണ്ട്. അതാണ് ബ്യൂറോക്രസി എന്ന് പറയുന്നത്. മൂന്നാമത്തേത് ആരാ? ഗ്രീസ് എന്ന് പറഞ്ഞ് മിലിറ്ററിസം, അതായത് സേനയാണ് അവിടെ കാര്യം നടത്തുന്നത്, യുദ്ധമാണ് അവിടെ മറ്റു ചോദ്യങ്ങളൊന്നുമില്ല. സ്പീഡിൽ കാര്യങ്ങൾ നടക്കുന്നത്, ഭയങ്കര സ്പീഡാണ് ഈ ഗ്രീക്ക് സാമ്രാജ്യത്തിൻ്റെ ആളുകൾക്ക്. ഈ ഗ്രീക്ക് സാമ്രാജ്യത്തിൽ ശക്തനായി മനുഷ്യൻ ഭരണസാരഥ്യം വഹിച്ചു. 32-ാമത്തെ വയസ്സിൽ പല വേർഷനുണ്ട്. അദ്ദേഹം മദ്യപിച്ച് അങ്ങനെ ഈ കുളത്തിലൊഴുകി കുളിച്ച് പാനിയൊക്കെ പിടിച്ചു മരിച്ചു പോയെന്ന് പല വേർഷനുണ്ട്. അദ്ദേഹത്തിൻ്റെ മരണശേഷം അദ്ദേഹം വെട്ടിപ്പിടിച്ച സാമ്രാജ്യം 4 സാമ്രാജ്യങ്ങളായിട്ട് വിഭജിക്കപ്പെട്ടു. 4 സേനാ നായകന്മാർ അതിൻ്റെ ഭരണസാരഥ്യം ഏറ്റെടുത്തു. അതിൽ BC 330 മുതൽ 150 വരെ അദ്ദേഹം ജീവിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ മരണശേഷം 4ആയിട്ട് രാജ്യം വിഭജിക്കപ്പെട്ടു. ഏഷ്യ മൈനർ, മാസിഡോണിയ, ഈജിപ്റ്റ്, സിറിയ, ഇങ്ങനെ 4ആയിട്ട് വിഭജിക്കപ്പെട്ടു. ഏഷ്യ മൈനറിൻ്റെ സാരഥിയായിട്ട് ലെസിമാക്കസ് ചുമതലയേറ്റു. മാസിഡോണിയയുടെ കസാണ്ടർ, ഈജിപ്റ്റിൻ്റെ ടോളമി, സിറിയയുടേത് സെലൂക്യസ്. അങ്ങനെ ലെസിമാക്കസ്, കസാണ്ടർ, ടോളമി, സെലൂക്യസ്, ഇങ്ങനെ 4 വിധത്തിൽ ഈ ഗ്രീക്ക് സാമ്രാജ്യം വിഭജിക്കപ്പെട്ടതായി ചരിത്രം സാക്ഷിക്കുന്നുണ്ട്. അത് തന്നെയാണ് നമ്മൾ ഇപ്പോൾ ഇവിടെ കണ്ടത്. അടുത്തത് 4ാമത്തെ ഭരണ സംവിധാനമായി നമ്മൾ കണ്ടത് റോമൻ സാമ്രാജ്യമാണ്. അത് BC
150 മുതൽ 476 വരെയുള്ള കാലഘട്ടം റോമൻ സാമ്രാജ്യം. റോമൻ നിയമമാണ് ഇന്ന് പല അപരിഷ്കൃത രാജ്യങ്ങളിൽ ഫോളോ ചെയ്യും. ക്രൂരവും നിഷ്ഠൂരമായ ശിക്ഷാ സമ്പ്രദായങ്ങൾ നിലനിന്ന ഒരു ഭരണ സംവിധാനമായിരുന്നു റോമൻ ഭരണ സംവിധാനം. കൊളോസ്യം ഇന്നും നിലനിൽക്കുന്നതെന്നാണ് പറയുന്നത്, ഞാൻ കണ്ടിട്ടില്ല, നിലനിൽക്കുന്ന പറയുന്നത്. അവിടെ ക്രിസ്ത്യാനികളെ മൃഗങ്ങളെ കൊണ്ട് ഇടിപ്പിച്ച് കൊന്നതായ ചരിത്രം. തൂണോട് ചേർത്ത് തുണി മുക്കി ചുറ്റി അതിന് തീ കൊളുത്തി കണ്ട് രസിച്ചതായിരിക്കും. ക്രൂരമൃഗങ്ങൾ മനുഷ്യരെ ഇടിച്ചു കൊല്ലുന്ന, അവരുമായിട്ട് മല്ലയുദ്ധം നടത്തി ഇടിച്ചു കൊല്ലുന്നത് കണ്ട് രസിക്കാൻ ആയിരക്കണക്കിന് പേർ ഇരിക്കുന്ന കൊലോസ്യം ഇന്നും അവിടെ അതിൻ്റെ അവശിഷ്ടങ്ങളുണ്ടെന്ന് പറയപ്പെടുന്നു. ഏത് ഭരണമാണ്? റോമാഭരണം. ആ റോമാഭരണത്തിൻ്റെ കിരാതമായ അനുഭവത്തിൽ കൂടെ കടന്നുപോയവരാണ് ശിഷ്യന്മാരിൽ 11 പേരും. അവരിലൊരുവനാണ് യോഹന്നാൻ. യോഹന്നാനെ തിളയ്ക്കുന്ന എണ്ണയ്ക്കകത്തിട്ട് കൊല്ലാൻ ശ്രമിച്ചതാണ്, സാധിച്ചില്ല. പല തരത്തിലുള്ള ഭരണ സംവിധാനം, ശിക്ഷാ സമ്പ്രദായങ്ങളൊക്കെ നിലനിന്നിരുന്നു. അത്ര ക്രൂരമായിരിക്കുന്ന സാമ്രാജ്യ ശക്തിയായിരുന്നു റോമൻ ഭരണം ഉണ്ടായിരുന്ന കാലത്ത്. അഞ്ചാമതായിട്ട് നിലവിൽ വരുന്നത് ഡെമോക്രസി. കളിമണ്ണും ഇരുമ്പും തമ്മിൽ ചേർന്നിരിക്കുന്ന ഒരു ഭരണ സംവിധാനം. അതായത് ഇത് രണ്ടും ഒരിക്കലും ഒരുമിച്ച് ചേരാത്തതായിരിക്കുന്ന ഭരണ സംവിധാനം. ഇതങ്ങനെ തന്നെ സംഭവിക്കുമെന്ന് എസെക്കിയേൽ പ്രവചനത്തിലൂടെ പ്രവാചകൻ നേരത്തെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു. എസെക്കിയേൽ പ്രവചനം വായിച്ചിട്ടുണ്ടോ നിങ്ങൾ? അതിനകത്തുണ്ടോ എന്ന് നോക്കിയാൽ എസെക്കിയേൽ പ്രവചനം 21 അധ്യായം 26 ഒന്ന് വായിച്ചു. 26 കിരീടം എടുത്ത് കളയും, അങ്ങനെ ഇരിക്കുകയല്ല. താണതിനെ ഉയർത്തി മുൻപോല നാശം 3 പ്രാവശ്യം അത് വരുവോളം ചെങ്കോൽ വല്ലോ മനസ്സിലായോ? സാറേ, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ഇവിടെ എന്താ നിലനിന്നത്? നാട്ടുരാജാക്കന്മാർ, നാട്ടുരാജാക്കന്മാരും നാട്ടുരാജ്യങ്ങളുമാണ്. അങ്ങനെ 200-ലധികം നാട്ടുരാജാക്കന്മാർ നിലനിന്നിരുന്ന ഒരു രാജ്യത്തെ ഇൻഡിപെൻഡൻ്റ് ആയി കഴിഞ്ഞ സന്ദർഭത്തിൽ കിരീടമെല്ലാം എന്ത് ചെയ്യും? ഇത് ഈ പ്രവചനം നടക്കുമ്പോൾ ഇവിടെ കിരീടം വെച്ച സാമ്രാജ്യം നിലനിന്നിരുന്നു. എവിടെ? ഇന്ത്യയിൽ. ഇന്ത്യയുടെ പേരെടുത്ത് പറഞ്ഞിട്ടില്ല. പക്ഷേ പ്രവചനമുണ്ട്. ഞാൻ മകുടം നീക്കി കിരീടം എടുത്തു കളയും, ഞാൻ താണതിനെ ഉയർത്തും, ഉയർന്നതിനെ താഴ്ത്തും. റഷ്യയിൽ സാർ ചക്രവർത്തിമാരുടെ ഭരണം നിലനിൽക്കുമ്പോഴാണ് അവരെ വിപ്ലവത്തിലൂടെ താഴെ ഇട്ടിട്ട് ആര് കയറിയത്? കമ്മ്യൂണിസം അവിടെ പ്രവേശിച്ചത്. ഞാൻ താണതിനെ ഉയർത്തും. ഭാരതത്തിൽ അതിന് തെളിവുണ്ടോ? താണതിനെ ഉയർത്തും. ഇപ്പം ഭരിക്കുന്ന ആരായിരുന്നു? എന്താ പറയാൻ മടി? അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ ചായ വിൽക്കണം. എവിടെ എത്തി? നമ്മളാരെങ്കിലും സ്വപ്നം കണ്ടോ ഈ എസെക്കിയേൽ പ്രവാചകൻ ഇങ്ങനെ രേഖപ്പെടുത്തുമ്പോൾ അതാണ് കൊച്ചുമോനെ സാറേ അങ്ങനെ വല്ലതും മനസ്സിൽ കണ്ടാണോ? അതാ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ നിശ്ചലതയാണ്. ഞാൻ ഉയർന്നതിനെ താഴ്ത്തും, താണതിനെ ഉയർത്തും. ഇന്ന് നമ്മുടെ മുഖ്യമന്ത്രി ആരാ? പറ. പിണറായി പുള്ളി ആരാ? എന്താ പറയാൻ തോന്നി? ചെത്തുപിള്ളയുടെ മോനെ. അത് പറയാൻ എന്താ മടി? അവിടുന്ന് എങ്ങോട്ട് കൊണ്ടുവന്നു? ഇപ്പോഴത്തെ രാഷ്ട്രപതി ആരാ? ദ്രൗപദി മുർമു. എവിടുത്തെ കാര്യ? എന്താ അവസ്ഥ? സാറേ,
ഇതിന് മുട്ടം ചെയ്യണം. ഇതങ്ങനാണെന്നേ മുൻ രാഷ്ട്രപതി KR നാരായണൻ, ആരാ, ഉഴവൂര് ഒരു കൊച്ചു കുടുംബത്തിൽ ജനിച്ച ബാബുക്കുട്ടൻ, ഒരു സാധാരണക്കാരൻ, വിശപ്പടക്കാൻ നിവൃത്തിയില്ലാത്തവനായിരുന്നു. ആരാ ഇതിനകത്ത് എഴുതിയിരിക്കുന്നതൊക്കെ ആക്ഷരികമായി നിലനിൽക്കാൻ പോകും. അതിവിടെ പറഞ്ഞ് നിർത്താൻ ഞാൻ സമയം. എൻ്റെ ഭാര്യ അവിടെ നിന്ന് നോക്കുന്നു, വയ്യാത്ത ആളാണ്, വലിച്ചു കീറി പ്രസംഗിക്കും. വലിയൊരു ദോഷമെന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാം, ഈ വചനം പറയാൻ വരുന്നതന്നെ മനസ്സിലിങ്ങനെ ചിലതിങ്ങനെ വരും, മനസ്സിലിങ്ങനെ തെളിഞ്ഞു വരും. അത് പറഞ്ഞില്ലേ എനിക്ക് ആ പാടെ വിഷമം. ഇനിയും 5ാമത്തെ ഭരണ സംവിധാനത്തിൻ്റെ സമയത്ത് എന്നാ സംഭവിക്കുന്നത്? വായിച്ചേ ഇല്ല. കൈ തൊടാത്ത ഒരു കല്ല് പറഞ്ഞു വന്ന് ഇതിലടിച്ച് അതൊരു വലിയ സൈന്യമായി തരും. ഏതാ കൈ തൊടാത്തതല്ലേ? കൈ തൊടാതൊരു കല്ല് പറഞ്ഞു വരും. 44-ാം വാക്യം വായിച്ചാൽ എനിക്ക് 2-ാം അധ്യായത്തിന് 44 അല്ലേ നോക്കി. ഒരിക്കലും നശിച്ചു പോകാത്ത ഒരു രാജ്യത്വം സ്ഥാപിക്കും. ആ രാജ്യത്വം വേറെ ഒരു ജാതിക്കും വിട്ടുകൊടുക്കത്തില്ല. ഈ ഭരണ സംവിധാനത്തിൻ്റെ സമയത്ത്, ഈ ഡെമോക്രാറ്റിക് റൂൾ ലോകത്തിൽ നിലനിൽക്കുന്ന സമയത്ത് സ്വർഗസ്ഥനായ ദൈവം വാഗ്ദത്തം ചെയ്തതുപോലെ തൻ്റെ രാജ്യത്വം അവൻ മറ്റൊരുത്തിന് വിട്ടുകൊടുക്കാതെ കണ്ട് ലോകരാജ്യത്വം ക്രിസ്തുവിനെ ഏൽപ്പിക്കുകയും നാം രാജാക്കന്മാരായി തന്നോടുകൂടെ വസിക്കുകയും ചെയ്യുന്ന സുന്ദര സുദിനം സമാഗതമാവില്ല. ഇതാണ് വെളിപ്പാട് പുസ്തകത്തിൽ പഠിപ്പിക്കുന്നത്. വെളിപ്പാട് പുസ്തകം പഠിപ്പിക്കുന്നത് ഇത് തന്നെയാണ്. അവൻ്റെ ജനമായി നാം അവനോടുകൂടെ വസിക്കും. ദൈവം തൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയൊന്നും, അവിടെ രാത്രിയില്ല പകലില്ല എന്നൊക്കെ പറഞ്ഞുള്ള വിശദീകരണം ഇത് തന്നെയാണ്. അങ്ങനൊരു ഭരണ സംവിധാനത്തിന് വേണ്ടി തിരുസഭ ഒരുങ്ങുകയാണ്. ഒരിക്കലും നശിച്ചു പോകാത്ത രാജ്യത്വം സ്ഥാപിക്കപ്പെടും. ആ രാജ്യത്വത്തിൽ ഞങ്ങൾ ഉണ്ടാവും. ആ ഉറപ്പാണ് ഈ പഠിക്കുന്ന നമുക്കെല്ലാം ഉണ്ടാകുന്നത്. ആ രാജ്യത്വത്തിൽ രാജാക്കന്മാരായി പ്രഭുക്കന്മാരായി അവനോടുകൂടെ വസിക്കുന്ന ഭാഗ്യകരമായിരിക്കുന്ന അനുഭവം ഇതാ എത്തി നിൽക്കുകയാണ്. അതിനുവേണ്ടി നമുക്ക് ഒരുങ്ങാം, നമ്മുടെ ജീവിതത്തെ ഒരുക്കാം. അതിന് ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മെ ഇടയാക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ. പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവ്, ഞങ്ങളുടെ ദൈവമേ, ഈ മനോഹരമായിരിക്കുന്ന പകൽക്കാലത്തിനായി തിരിഞ്ഞ് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്ക് നിൻ്റെ വചനം ധ്യാനിക്കാൻ പഠിക്കാൻ അല്പസമയം അവസരം നൽകിയതിനാൽ സ്തോത്രം. നെബൂഖദ്നേസർ രാജാവ് ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ഭാവിയിൽ സംഭവിക്കാനിരിക്കുന്ന രാജ്യങ്ങളെക്കുറിച്ചുള്ള ദർശനവും ലോകരാജ്യത്വം ദൈവം ഏറ്റെടുക്കുകയും തൻ്റെ പുത്രനായ യേശുക്രിസ്തു തൻ്റെ മണവാട്ടിയോട് ചേർന്ന് എന്നേക്കുമായി വസിക്കുന്ന സുന്ദരമായിരിക്കുന്ന ആ അനുഭവത്തെക്കുറിച്ച് വളരെ വിക്ടോറിയസായി ഞങ്ങളെ ഓർപ്പിച്ചതിനാൽ തിരുമേനിക്ക് സ്തോത്രം. വെളിപ്പെടുത്തപ്പെട്ട സത്യത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെല്ലാവരും ആ രാജ്യത്തിൽ ഞങ്ങളുടെ പിതാവിനോടൊത്ത് പുത്രനോടൊത്ത് പരിശുദ്ധ റൂഹായോടൊത്ത് നിത്യതയുടെ സന്തോഷം അനുഭവിക്കുന്നത് ഞങ്ങൾ സ്വപ്നം കാണുന്നു. അത് ഞങ്ങളുടെ കാര്യത്തിൽ തന്നെ സംഭവിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അതിന് ഞങ്ങളെയൊക്കെ പ്രാപ്തരാക്കണം. ഞങ്ങളുടെ കുറവുകൾ ക്ഷമിക്കണം, പരിമിതികൾ ക്ഷമിക്കണം, പോരായ്മകൾ ക്ഷമിക്കണം. ശക്തിപ്പെടുത്തണേ. പൂർവാധികം ശക്തിയോടെ പ്രത്യാശയോടെ ദാനിയേൽ എങ്ങനെ ഈ ലോകത്തിൽ ജീവിച്ചോ അതുപോലെ ലോകത്തിൽ ജീവിപ്പാനും ലോക സംവിധാനത്തെ കാണാനും ലോകത്തിലുള്ളതിനെ കാണാനും കൃപ തരണമേ. ഞങ്ങളുടെ ദൈവത്തെ എല്ലാത്തിനേക്കാൾ വലുതായി കാണാൻ, ആ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരായി ഈ കാലഘട്ടത്തിൽ തീരുവാൻ, ഈ കാലത്തിൻ്റെ ചുവരെഴുത്ത് ഞങ്ങളുടെ പ്രിയനെക്കുറിച്ച് ഞങ്ങളിലൂടെ ആയിരിക്കാൻ ഇടവരുത്തണമെന്ന് പ്രത്യേകം പ്രാർത്ഥിക്കും. നിങ്ങളുടെ അച്ഛനായി സ്തോത്രം, കുടുംബത്തിനായി സ്തോത്രം, എല്ലാവർക്കായും സ്തോത്രം. ഞങ്ങളെ സമാധാനത്തോടെ അയക്കണം. യേശുവിന്റെ നാമത്തിലുള്ള യാചന ദയവായി കേൾക്കണമേ.